ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. നമ്മൾ ഓണത്തിൻ്റെ തലേ ദിവസമായിരുന്നു അവസാനമായിട്ട് മാത്തമാറ്റിക്സ് വരെ കണ്ടത് അല്ലേ. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിപൊളിയായി ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമ്മൾ ഈ ഒരു വെക്കേഷന് ശേഷം അക്കാദമിക്സിലേക്ക് തിരിച്ചു വരികയാണ്. ഓൾറെഡി ഈ വീക്കിൽ തന്നെ കെ എച്ച് സാറിൻ്റെയും യു വി സാറിൻ്റെയും ഒക്കെ ക്ലാസ് നിങ്ങൾ കണ്ടു. ഇനി മാത്സിൻ്റെ തേർഡ് മൊഡ്യൂളിലേക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കഷൻ കൊണ്ടുപോകുന്നത്. മാത്സ് +1 തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 2 ചാപ്റ്ററുകളാണ് നമ്മൾ ഇന്ന് ക്വിക്ക് റിവിഷൻ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അഥവാ PMI. പിന്നെ സീക്വൻസ് ആൻഡ് സീരീസ് ഒക്കെ എല്ലാവർക്കും നല്ലതുപോലെ അറിയുന്നതാണ്. കാരണം ഇത് നിങ്ങൾ 10th ക്ലാസ്സിലൊക്കെ ഓൾറെഡി പഠിച്ച് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് +1 കണ്ട് എല്ലാവരും ആനന്ദത്തോടെ നോക്കിയിരുന്നൊരു ചാപ്റ്ററാണ് സീക്വൻസ് ആൻഡ് സീരീസ്. ഈ 2 ചാപ്റ്ററുകളുമായിട്ട് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യനുകളാണ് വരുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് PMI ആണ്. PMIയിൽ ആകെ ഒരൊറ്റ തിയറി മാത്രമേ പഠിക്കാനുള്ളൂ. എന്താണത്? നമുക്ക് P(n) എന്നൊരു സ്റ്റേറ്റ്മെന്റ്, ഒരു ഇക്വേഷൻ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു. ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പ്രൂവ് ബൈ ഇൻഡക്ഷൻ, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് നമ്മളത് ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 സ്റ്റെപ്പാണുള്ളത്. ഈ 3 സ്റ്റെപ്പ് മാത്രമേ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? വെരിഫൈ ദി വാലിഡിറ്റി ഓഫ് P(n) for n = 0. മീൻസ് P(1) എന്നുള്ളത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാം. P(1) എന്നുള്ളത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇവിടെ വരെയുള്ളൂ കേട്ടോ. അസ്യൂം ദാറ്റ് P(n) is true. P(n) എന്നുള്ളത് ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്യണം ഫോർ n ഇന്റിജർ, പോസിറ്റീവ് ഇന്റിജർ k. മീൻസ് P(k) എന്നുള്ളത് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. അസ്യൂം P(k) is true. എന്നിട്ട് P(k) is true എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ട് പ്രൂവ് ദാറ്റ് P(k + 1) is true. P(k + 1) is true എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് പ്രൂവ് ചെയ്തതിന് ശേഷം അത് മൂന്നാമത്തെ സ്റ്റെപ്പ് വരുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഇതാ ഈ അണ്ടർലൈൻ വരച്ചതാണ്. P(k + 1) is true whenever P(k) is true. P(k) ട്രൂ എപ്പൊക്കെ ട്രൂ ആവുന്നുണ്ടോ അപ്പോഴൊക്കെ P(k + 1) ട്രൂ ആവുന്നുണ്ട്. അതുകൊണ്ട് P(n) is true for all natural numbers n. All natural numbers n എന്നുള്ളത് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് എഴുതണം. അപ്പോൾ 3 സ്റ്റെപ്പുകളാണുള്ളത്. പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള പല തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ P(n) = 1/2 + 1/4 + 1/8 എന്ന് തുടങ്ങിയിട്ട് 1/2n വരെ അങ്ങ് പോവും. ഈസ് ഈക്വൽ ടു 1 - 1/2n എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. അതിൽ നിന്ന് ആദ്യം പറഞ്ഞത് ആദ്യത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ളതാണ് ആദ്യം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എന്താണ്? P(1) is true എന്ന് പ്രൂവ് ചെയ്യണം അല്ലെ. ഷോ ദാറ്റ് P(1) is true. അതിനുവേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യും നോക്കുക. ഇവിടെ LHSന്റെ അകത്ത് ഫസ്റ്റ് ടേം മാത്രം എടുത്തു നോക്കുക. ഫസ്റ്റ് ടേം മാത്രം. അപ്പൊ എന്താ? 1/2 അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് പ്രൂവ് ദാറ്റ് P(1) is true ഇല്ലേ. അപ്പൊ എന്താ? അതിലെ LHSലെ ഫസ്റ്റ് ആദ്യത്തെ ഈ ഒരു ടേം നമ്മൾ എടുക്കുന്നു 1/2. ഓക്കെ, ഇതിന്റെ RHSലോ ഇത് LHS ആണ്, ഇത് RHS ആണ്. RHSൽ n നമ്മൾ 1 ഇട്ട് കൊടുക്കും. P(1) പുട്ട് n = 1. അപ്പൊ എന്ത് വരും? ഇത് RHSൽ 1 - 1/2 എന്ന് വരും. മീൻസ് 1 - 1/2 is equal to 1/2. LHS is equal to RHS അല്ലേ? നോക്കുക, LHS is equal to RHS അല്ലേ? LHS equal to RHS. So P(1) is true. P(1) is true എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി അടുത്തത് നോക്കുക. ഇനി
രണ്ടാമത്തെ സ്റ്റെപ്പിന്റെ അകത്ത് നമ്മളിതാ PMI ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യുന്നത് അല്ലേ. അതിൽ ആദ്യം എന്തായിരുന്നു രണ്ടാമത്തെ സ്റ്റെപ്പ്. ആദ്യം നമ്മൾ എന്തായാലും ചെയ്യുക, assume P of K is true. Assume P of K is true. P of K is true ആണെങ്കിൽ ഇത് എന്തായി മാറും നോക്കുക. 1/2 plus 1/4 plus 1/8 എന്ന് തുടങ്ങിയിട്ട് 1/2 raised to K എന്ന് എഴുതണം. 1/2 plus 1/4 plus 1/8 എന്ന് തുടങ്ങിയിട്ട് 1/2 raised to K is equal to അല്ലേ. ഇതെന്താ 1 minus 1/2 raised to K. 1 minus 1/2 raised to K. ഇത് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി നമ്മൾ P of K plus 1 ആണ് നോക്കുന്നത്. P of K plus 1. P of K plus 1ന്റെ അകത്ത് നോക്കുക. ഇവിടെ നോക്കടാ 1/2 ഇവിടെ ഉണ്ട്, 1/4 ഉണ്ട്, പിന്നെ 1/8 ഉണ്ട്. ഇങ്ങനെ പോയിട്ട് K plus 1 എന്നാണ് കെയുടെ തൊട്ടടുത്തുള്ള നമ്പർ അല്ലേ. അപ്പൊ എന്താണ് അതിന്റെ ഏറ്റവും അവസാനത്തത് 1/2 raised to K plus 1 ആണെങ്കിലും അതിന്റെ തൊട്ടു മുമ്പ് എന്തായാലും എന്തുണ്ടാവും 1/2 raised to K ഉണ്ടാവും. അതിൽ നിന്നതാ എന്താ ആഡ് ചെയ്യാണ്, ഒന്നുകൂടി ആഡ് ചെയ്യണം. ആ ഒന്ന് എന്താ 1/2 raised to K plus 1 ആ വരിക. 1/2 raised to K plus 1 ആ വരിക. ഇതിന്റെ RHS അപ്പം 1 minus 1/2 raised to K plus 1 എന്നായി മാറും. ഓക്കെ, ഇത് ഞാൻ ആദ്യം ഇവിടെ ഇങ്ങനെ ഒരു വര വരച്ചു. നമ്മൾ LHSലാണ് കളി. ആദ്യം നമ്മൾ LHSൽ ഒരു കളി കളിക്കാം. നോക്കുക, ഇവിടെ 1/2 plus 1/4 plus 1/8 plus ഇവിടെ 1/2 raised to K വരെയുള്ള സംഭവം ഇവിടെ നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതെന്താണ് 1 minus 1/2 raised to K ആണ് അല്ലെ. ഇതിന്റെ ഒപ്പം ഈ ഒരു സംഭവം മാത്രം അവിടെ ആഡ് ചെയ്തു വന്നത്. അപ്പൊ ഇത് എന്ത് വരും, പ്ലസ് 1/2 raised to K plus 1 എന്ന് വരും അല്ലെ. ഇത് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു ഓൾറെഡി. ഇത്രയും കാര്യങ്ങളുടെ സമ്മ് 1 minus 1/2 raised to K ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതേ സംഭവം ഇവിടെ ഇട്ട് കൊടുത്തു. ഇത്രയും ഇവിടെ ഞാൻ വട്ടം വരച്ച ഇത്രയും ഭാഗത്തിൻ്റെത് 1 minus 1/2 raised to K ആണ്, പ്ലസ് 1/2 raised to K plus 1 ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇതിനെ നോക്കടാ, 1 minus ഞാൻ മൈനസ് പുറത്തെടുത്തു കേട്ടോ, മൈനസ് പുറത്തെടുത്തു. 1/2 raised to K minus 1/2 raised to K into 2. K plus 1നെ 2 raised to K into 2 raised to 1 എഴുതി കൂടെ, അതാ ഞാൻ എഴുതിയത്. ഓക്കെ, ഇനി നോക്കിക്കോ 1 മൈനസ് നോക്ക 1/2 raised to K ഞാൻ രണ്ടെന്നും പുറത്തെടുത്തു. ഇതിന് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി എന്തുണ്ടാവും, 1 ഉണ്ടാവും. ഇവിടെ എന്തുണ്ടാവും, 1/2 ഉണ്ടാവും. 1/2 ഈസ് ഈക്വൽ ടു എന്ത് വരും, 1 minus 1/2 raised to K into 1 minus 1/2 എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് എഴുതാം, 2 raised to K ഇവിടെ ഉണ്ട്, 2 raised to 1 ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് 1 minus 1/2 raised to K plus 1 എന്ന് എഴുതാം. K plus 1 ഇതാണ് LHS അല്ലേ. ഇതാണ് എന്താ RHS. RHSന്റെ ഇതാണ് RHS ഇത് സെയിം അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, LHS ഈസ് ഈക്വൽ ടു RHS. ഓക്കെ, LHS ഈസ് ഈക്വൽ ടു RHS. അപ്പൊ നമുക്ക് എന്ത് പറയാം നോക്ക, P of K plus 1 ഈസ് ട്രൂ whenever എപ്പോഴൊക്കെയാണോ P of K ട്രൂ ആവുന്നത് അപ്പോഴൊക്കെ P of K plus 1 ട്രൂ ആണ്. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എഴുതാം. എന്താ നമ്മൾ ഇത് മൂന്നാമത്തെ സ്റ്റെപ്പില്, P of N is true for all natural numbers അല്ലെ. നാച്ചുറൽ നമ്പേഴ്സ് എന്നുള്ള നേരത്തെ നമ്മൾ അണ്ടർലൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്താ, N belongs to capital എന്ന് എഴുതിയാലും മതി. ഇത്രയും എഴുതിയാൽ നിങ്ങൾക്ക് എത്ര മാർക്കാടാ, 4 മാർക്കാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് മേടിക്കാൻ പറ്റുന്ന 4 മാർക്കുകളാണ്. ഇത് വിട്ടുകളയരുത്. ഓക്കെ അല്ലേ. ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇത് നോക്കുക. ഇത് ഡിവിസിബിൾ ബൈ 4 എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. ഈ ഒരു ടൈപ്പ് പ്രോബ്ലം നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഈ ഡിവിസിബിൾ ബൈ 4 അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ ഏതെങ്കിലും നമ്പർ പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇനി ഞാൻ പറയാൻ നോക്കിയോ, ഇതിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്താ, PMIന്റെ ആദ്യത്തെ സ്റ്റെപ്പ്, പ്രൂവ് ദാറ്റ് P of 1 is true അല്ലെ. P of 1 is true ആണ് നമ്മളോട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. അതിനു വേണ്ടി എന്താ, P of 1 ആവണം എന്നുണ്ടെങ്കിൽ ഇതാണ് P of N അല്ലെ. എന്താണ്, ലെറ്റ്
പി ഓഫ് എൻ സച്ച് ദാറ്റ് അല്ലെ, ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് ചെയ്തത്. ലെറ്റ് പി ഓഫ് എൻ സച്ച് ദാറ്റ് 7 raised to n minus 3 raised to n is divisible by 4. Is divisible by 4 അല്ലേ, is divisible by 4. ഇതിന് എനിക്ക് ഡിവിസിബിൾ ബൈ 4 ആണ് എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്കതാ ഇതിന് ഇങ്ങനെ എഴുതാം. 7 raised to n minus 3 raised to n is equal to 4 into k അല്ലെങ്കിൽ 4k എന്ന് എഴുതാം. 4k കാരണം എന്താ, ഇതിനെ 4 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്നാണ് അർത്ഥം. 4k. അപ്പോ പി ഓഫ് 1 നോക്ക്. പി ഓഫ് 1 എന്താടാ വരിക? പി ഓഫ് 1 7 raised to 1 minus 3 raised to 1 ഈസ് ഈക്വൽ എത്ര വരും? 4. ഇത് 4 വന്നു. 4 ഈസ് ഡിവിസിബിൾ ബൈ 4 അല്ലെ. 4 എന്ന് പറഞ്ഞാൽ ഡിവിസിബിൾ ബൈ 4 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? സോ പി ഓഫ് 1 ഈസ് ട്രൂ. പി ഓഫ് 1 ഈസ് ട്രൂ ആണ് നമുക്ക് പറയാൻ പറ്റും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ പറയേണ്ടത്? അസ്യൂം പി ഓഫ് കെ ഈസ് ട്രൂ. പി ഓഫ് കെ ഈസ് ട്രൂ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുമ്പോൾ എന്താ വരിക? എന്നിന് പകരം നേരെ കെ ഇട്ട് കൊടുത്താൽ മതി. 7 raised to k minus 3 raised to k is equal to 4. ഞാൻ ഇവിടെ k എന്ന് കൊടുത്തു, ഞാൻ മെല്ലെ ഒന്ന് m ആക്കി മാറ്റുകയാണേ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. 4m. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? പി ഓഫ് കെ പ്ലസ് 1 ആണ്. പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറയുന്നത് കേക്ക് പകരം ഇവിടെ ഒക്കെ അങ്ങ് k plus 1 കൊടുക്കുക. 7 raised to k plus 1 minus 3 raised to k plus 1 എന്ന് വരും അല്ലേ. 7 raised to k plus 1 minus 3 raised to k plus 1. ഇതിനെ ഞാൻ അടുത്ത പേജിലേക്ക് ഇതാണ് 7 raised to k plus 1 എന്നതിനെ 7 raised to k into 7 എന്ന് എഴുതാം അല്ലേ. ഇനി മൈനസ് 3 raised to k plus 1 എന്നതിനെ മൈനസ് 3 raised to k into 3 എന്ന് എഴുതാം. കുഴപ്പമില്ലല്ലോ. ഇത് ഇത്രയും നമ്മൾ എഴുതി. ഇനി നോക്കിക്കോ, ഇതിനെ ഈസ് ഈക്വൽ ടു, നമ്മൾ ഇങ്ങനെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇത് 7 raised to k minus 3 raised to k. ഇത് ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കി കൊണ്ടുവരണം. ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത് നോക്കിയോ, നമുക്ക് ഒന്നെങ്കിൽ 7k എന്നുള്ളതിന്റെ ഒപ്പം 7 raised to k എന്നുള്ളതിന്റെ ഒപ്പം മൈനസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതാ ഇതിന്റെ അടുത്ത് എവിടെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചോ, 7 raised to k എന്നുള്ളതിന്റെ ഒപ്പം ഇത് ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മൈനസ് 3 raised to k കൊടുത്തു. ഇവിടെ മൈനസ് ചെയ്ത സ്ഥിതിക്ക് എന്തായാലും ആഡ് ചെയ്യണം അല്ലെ. 3 raised to k എന്നുള്ളത് ആഡും ചെയ്തു. ഓക്കെ, ഇനി നോക്കുക, മൈനസ് ബാക്കി ഇവിടെ എന്താണുള്ളത്? 3 raised to k into 3 ആണുള്ളത്. ഓക്കെ, ഇനി ഇത് നോക്കടാ, ഈ ഒരു സംഭവം എന്താ? 7 raised to k minus 3 raised to k, അത് നമ്മൾ ഓൾറെഡി 4m ആണ് എന്ന് പറഞ്ഞതാണ് അല്ലെ. ഡിവിസിബിൾ ബൈ 4 ആണെന്ന് ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് എഴുതും? 7 into 4m plus 3 raised to k എന്ന് വരും. ഓക്കെ, ഇത്രയും ഭാഗം എന്താണ്? 4m ആണ്. 4m ആണ്. അതിന്റെ ഒപ്പം ഇവിടെയുള്ള 3 raised to k യും. ഓക്കെ, അപ്പൊ നോക്ക, ബാക്കി എന്ത് ഇവിടെ ഉണ്ട്? 3 into 3 raised to k ഇവിടെ ഉണ്ട്. 3 into 3 raised to k ഇവിടെ ഉണ്ട്. ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തോ. 7 into 4m plus 7 അല്ലേ, 7 into 3 raised to k. 7 into 3 raised to k. പിന്നെ മൈനസ് 3 into 3 raised to k. ഇത് ഈസ് ഈക്വൽ എന്തുടാ? 7 into 4m പിന്നെ 7 മൈനസ് 3 ആണ്. രണ്ടിന്റെ ഒപ്പം ഉള്ളത് 3 raised to k ആണ്. അപ്പം ബാക്കി എന്താ വരിക? പ്ലസ് 4 into 3 raised to k. 4 into 3 raised to k. രണ്ടിന്നും നമുക്ക് 4 എടുക്കല്ല, കാരണം രണ്ടിലും 4 ഉണ്ട്. ഞാൻ അതാ രണ്ടിന്നും 4 എടുത്തു. 4 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 7m. 4 into 7m plus 3 raised to k. ഇങ്ങനെ ഒരു സംഭവം കണ്ടാൽ നമുക്ക് മനസ്സിലാവൂലേ? ദിസ് ഈസ് ഡിവിസിബിൾ ബൈ 4 എന്നല്ലേ. എന്താ? ദിസ് ഈസ് p of k plus 1 is divisible by 4. ഇത് നമ്മൾ പ്രൂവ് ചെയ്തല്ലോ, കാരണം എന്താ? ഇവിടെ പുറത്ത് 4 ഉണ്ട്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? p of k plus 1 is true whenever p of k is true. p of k true ആകുമ്പോഴൊക്കെ p of k plus 1 ഉം ട്രൂ ആണ് അല്ലേ. അപ്പോ
നോക്ക പി ഓഫ് കെ ഈസ് ട്രൂ വെന്നെവർ പി ഓഫ് കെ പ്ലസ് വൺ ഈസ് ട്രൂ വെന്നെവർ പി ഓഫ് കെ ഈസ് ട്രൂ. അപ്പൊ എന്താ നമുക്ക് പറയാൻ പറ്റും? സോ പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ all natural numbers. all natural numbers. എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും പി ഓഫ് എൻ ട്രൂ ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഈ ഒരു ടൈപ്പ് പ്രോബ്ലം നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ. അപ്പം ഇതിൽ ഈ ഒരൊറ്റ ട്രിക്ക് മാത്രം കിട്ടിയാൽ മതി. ഓൾറെഡി നമ്മൾ അസ്യൂം ചെയ്ത സംഭവം ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കി കൊണ്ടുവരണം എന്നുള്ളത് മാത്രം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചാണ് അല്ലേ? എന്താണ് ഇത്? ഇത് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത ചാപ്റ്റർ ആയ സീക്വൻസ് ആൻഡ് സീരീസിലെ ജിയോമെട്രി പ്രോഗ്രഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഇത് ആദ്യം എയും ബിയും നമുക്ക് ഈ പേജിൽ തന്നെ എഴുതി വെക്കാം. എന്താണ് എ പറഞ്ഞത്? എന്താ? പി ഓഫ് വൺ, വാല്യൂ ഓഫ് പി ഓഫ് വൺ. പി ഓഫ് വൺ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതിന്റെ എൽ എച്ച് എസിൽ ആദ്യത്തെ ടേം മാത്രം എടുക്കുക. എൽ എച്ച് എസ് ഈക്വൽ ടു എ. ആർ എച്ച് എസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ആർ എച്ച് എസ് ഈക്വൽ ടു എന്ത് കൊടുക്കണം? എൻ ഈക്വൽ ടു അങ്ങ് 1 കൊടുത്താൽ മതി. എൻ ഈക്വൽ ടു 1 കൊടുത്താൽ മതി. അപ്പൊ എന്ത് വരും? അപ്പൊ എന്ത് വരും? ആർ എച്ച് എസ് എ ഇൻറ്റു ആർ റേസ് ടു 1 - 1 ബൈ ആർ മൈനസ് 1. ഇത് രണ്ടും കട്ടായി പോകും. ഈസ് ഈക്വൽ ടു എ കിട്ടും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? പി ഓഫ് വൺ ഈസ് ട്രൂ. പി ഓഫ് വൺ ഈസ് ട്രൂ എന്ന് നമുക്ക് എഴുതാം. 1 മാർക്ക്. സിമ്പിൾ. രണ്ടാമത്തെ ജസ്റ്റ് പി ഓഫ് കെ എഴുതി വെച്ചാൽ തന്നെ 1 മാർക്കാ. സിമ്പിൾ അല്ലെ? എന്താ രണ്ടാമത്തതില്? പി ഓഫ് കെ എന്നിന് നേരെ കേട്ട് കൊടുത്താൽ മതി. എന്താ 1 മാർക്ക് വെറുതെ. നോക്ക, എ പ്ലസ് എ ആർ സ്ക്വയർ എന്ന് തുടങ്ങിയത് ഇങ്ങനെ പോയിട്ട് എ ആർ റൈസ് ടു കെ മൈനസ് 1 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ആർ റൈസ് ടു കെ മൈനസ് 1 ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1. ഇങ്ങനെ ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. വേണമെങ്കിൽ ഒരു എൻ ബിലോങ്സ് ടു ക്യാപിറ്റൽ എന്നുകൂടി എഴുതിക്കുക, ഒരു കുഴപ്പമില്ല. സോറി, എൻ അല്ല, കെ ബിലോങ്സ് ടു ക്യാപിറ്റൽ എന്നുകൂടി എഴുതിക്കുക, ഒരു കുഴപ്പമില്ല. കെ ബിലോങ്സ് ടു ക്യാപിറ്റൽ എൻ എന്നു. ഓക്കെ, അപ്പൊ ഇതാ പി ഓഫ് കെ കിട്ടിയല്ലോ. പി ഓഫ് കെ കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? പി ഓഫ് കെ പ്ലസ് 1 എഴുതി വെക്കണം. പി ഓഫ് കെ പ്ലസ് 1. എൽ എച്ച് എസ് എന്താ? എൽ എച്ച് എസ് എ പ്ലസ് എ ആർ പ്ലസ് എന്ന് തുടങ്ങിയിട്ട് നോക്ക, എ പ്ലസ് എ ആർ സ്ക്വയർ എന്ന് തുടങ്ങിയതാ. ഇങ്ങനെ പോയിട്ടതാ എ ആർ റേസ് ടു കെ മൈനസ് 1 വരും. അത് കഴിഞ്ഞിട്ട് എന്താ? അത് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നുണ്ട്. എന്താ വരിക? പ്ലസ് എ ആർ റേസ് ടു കെ പ്ലസ് 1. ഇവിടെ വരെ എന്താ ഉള്ളത്? കെ ഉള്ളത് അല്ലേ? ഇതാ കെ പ്ലസ് 1. പിന്നെ ഓൾറെഡി ഇവിടെ ഇതിന്റെ അകത്ത് തന്നെയുള്ള ഒരു -1. ഓക്കെ, അപ്പൊ ദാ ഇത്രയും കിട്ടിയല്ലോ. ഇതിന്റെ ആർ എച്ച് എസ് എന്താ വരിക? ആർ എച്ച് എസിന്റെ അകത്ത് ഇതിലെന്താ? കെ പ്ലസ് 1 ഇട്ട് കൊടുത്താൽ മതി. എന്താ വരുന്നത്? എ ഇൻറ്റു ആർ റൈസ് ടു കെ പ്ലസ് 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ എന്ത് വരും? ആർ മൈനസ് 1 അല്ലേ? ഇപ്പൊ ഇത്രയും ഭാഗത്തിന്റെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും എന്ന് നമുക്കറിയാം. എന്താ കിട്ടുക? നമ്മൾ എൽ എച്ച് എസ് വെച്ച് അവിടെ കളിക്കാൻ പോകുന്നത്. ഇത്രയും ആഡ് ചെയ്താൽ എന്ത് കിട്ടും? എ ഇൻറ്റു ആർ റൈസ് ടു കെ മൈനസ് ആർ മൈനസ് 1 വരും. ആർ റൈസ് ടു കെ മൈനസ് 1 ഡിവൈഡ് ബൈ ആർ മൈനസ് 1. നോക്കുക, എ ഇൻറ്റു ആർ റൈസ് ടു കെ മൈനസ് 1 ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1 ആണ്. ഞാൻ ഈ വട്ടം വരച്ച് ഇത്രയും ഭാഗത്തിന്റെ സമ്മ് അല്ലേ? ഇനി നോക്ക, ഇനി ഇതിന്റെ ഒപ്പം എന്താ ആഡ് ചെയ്യണം? പ്ലസ് ഈ സംഭവം ആഡ് ചെയ്യണം. ഇത് എന്താ വരിക? ഇവിടെ മൈനസും പ്ലസും വന്നോണ്ട് ഇത് കട്ടായി പോയിട്ടുണ്ട്. അപ്പം പ്ലസ് എ ആർ റൈസ് ടു കെ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ? ഇതാണ് എന്ത്? എൽ എച്ച് എസ് ആണ്. ഇനി നോക്കിയതാ, ഇതിനെ നമുക്ക് ആർ മൈനസ് 1 എന്നുള്ളത് കോമൺ ഡിനോമിനേറ്റർ ആക്കണം. അപ്പൊ എന്ത് ചെയ്യും? എ ഇൻറ്റു അകത്തോട്ട് മൾട്ടിപ്ലൈ എ ആർ റൈസ് ടു കെ മൈനസ് എ. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നോക്കുക, പ്ലസ് ആർ മൈനസ് 1 ഇൻറ്റു എ ആർ റൈസ് ടു കെ ഓൾ ഡിവൈഡ് ബൈ ആർ മൈനസ് 1 അല്ലേ? ഈസ് ഈക്വൽ ടു എന്തായി? എ ആർ റൈസ് ടു കെ മൈനസ് എ. ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തോ എന്ത് വരും? പ്ലസ് എ ആർ ഓക്കെ എന്താ? ആർ ഇൻറ്റു എ ആർ റൈസ് ടു കെ അല്ലെ? അപ്പൊ എന്താണ്? എ ഞാൻ എഴുതി, ആർ റൈസ് ടു കെ ഇവിടെ ഉണ്ട്, പിന്നെ ഒരു ആർ കൂടി ഉണ്ട്. അപ്പം കെ പ്ലസ് 1 എന്ന് എഴുതി. പിന്നെ അതാ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തുകൂടി ബാക്കിയുണ്ട്? അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിയുള്ളത് മൈനസ് എ ആർ റൈസ് ടു കെയും കൂടി അല്ലേ? ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1. ഇത് രണ്ടും കട്ട് ചെയ്തു.
ഇത് രണ്ടും കട്ട് ചെയ്താൽ ബാക്കി ഇതേ ഉണ്ടാവുള്ളൂ. നോക്കുക, ഇത് എന്താ? എ ആർ റേസ് ടു കെ പ്ലസ് 1 മൈനസ് എ ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1 ഇല്ല. ഇതിൽ നിന്ന് എ ഞാൻ പുറത്തെടുത്തു. എ ഇൻറ്റു ആർ റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1. ഇതാണ് എന്ത്? LHS. ഇതായിരുന്നു എന്ത്? RHS. ഇത് രണ്ടും സെയിം അല്ലേ? ഇത് രണ്ടും സെയിം എന്നല്ലേ? ഇതെന്താണ്? ശരിയാണ് എന്ന്. രണ്ടും LHS ഈക്വൽ ടു RHS എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. LHS ഈസ് ഈക്വൽ ടു RHS. അപ്പൊ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് ഇതല്ലോ. എന്താ മൂന്നാമത്തെ സ്റ്റെപ്പില്? P of k plus 1 is true whenever P of k is true. So P of n is true for all natural numbers അല്ലെങ്കിൽ for all n belongs to capital N. N belongs to capital N. Okay. N belongs to capital N. ഇത്രയേ ഉള്ളൂ. എത്ര മാർക്ക് കിട്ടി? 4 മാർക്ക് അല്ലേ? അപ്പൊ നിങ്ങൾ കോമൺ ആയിട്ട് ട്രെൻഡ് മനസ്സിലായോ? 4 മാർക്കിനാണ് PMIക്ക് അകത്ത് ചോദ്യം ചോദിക്കില്ല. ഇവിടെ ഇതാ 4 മാർക്കിനാണ്. ഇവിടെ ഇതാ 4 മാർക്കിനാണ്. ഓക്കെ. ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ എന്താ? ഡിവിസിബിൾ ബൈ, നേരത്തെ നമ്മൾ 4 ഡിവിസിബിൾ ബൈ 4 എന്ന് പറഞ്ഞോണം. ഇവിടെ എന്താ? ഡിവിസിബിൾ ബൈ x മൈനസ് y ഉള്ളത്. ഓക്കെ. ആദ്യം നമ്മളോട് ചോദിച്ചെന്താ? P of 1 ട്രൂ ആണെന്ന് ഷോ ചെയ്യാൻ, കാണിച്ചു കൊടുക്കാൻ. നോക്കാം, കാണിച്ചു കൊടുക്കാമല്ലോ. എന്താ പ്രശ്നം? A എന്നുള്ളത് എന്താ? A എന്നുള്ളതിന് P of 1 is true എന്നാ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് എഴുതാം? ലെറ്റ് P of n such that x raised to n minus y raised to n is divisible by x minus y അല്ലേ? അപ്പം ഫസ്റ്റ് എന്താ എഴുതുക? ഫസ്റ്റ് സ്റ്റെപ്പില് എന്താ എഴുതുക? P of 1 നോക്കണം. P of 1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? x raised to 1 minus y raised to 1 is equal എന്താ വരിക? x minus y. x minus y is divisible by x minus y ഇടാ അല്ലേ? x minus y is divisible by x minus y അല്ലേ? x minus y is divisible by x minus y ആണ്. അപ്പൊ എന്താ? നമുക്ക് ഇതിനെ നേരത്തെ നമ്മൾ എഴുതിയോണം തന്നെ ഇതല്ലോ. x minus y is equal to k ഇൻറ്റു, നോക്ക, k വേണ്ട അല്ലേ? നമ്മൾ k വേണ്ട നേരത്തെ പറഞ്ഞതാ. m ഇൻറ്റു x മൈനസ് y അല്ലേ? അല്ലെങ്കിൽ എന്താ? x മൈനസ് x റേസ് ടു n മൈനസ് y റേസ് ടു n ഈസ് ഈക്വൽ ടു m ഇൻറ്റു x റേസ് ടു m ഇൻറ്റു x മൈനസ് y എന്ന് പറയാം. കാരണം ഇതിനെ ഡിവിസിബിൾ ബൈ x മൈനസ് y ആണ്. അപ്പൊ നോക്ക്, ബിയിൽ പറയുന്നത് എന്താ? PMI ഉപയോഗിച്ച് ഇത് വെരിഫൈ ചെയ്യണം എന്നാണ് അല്ലേ? വെരിഫൈ ചെയ്യണം എന്നാ പറയുന്നത്. അതിലെന്താ? രണ്ടാമത്തെ സ്റ്റെപ്പില് ആദ്യം എന്താ നമ്മൾ പറയുന്നത്? അസ്യൂം P of എന്താ? P of k is true. P of k is true എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അപ്പൊ എന്ത് വരുടാ? ഇതാ, ഇത് എന്നിന് പകരം ഇവിടെ അങ്ങ് k കൊടുത്താൽ മതി. എന്ത് വരും? x raised to k മൈനസ് y raised to k is equal to m into x minus y എന്ന് കിട്ടും ഇല്ലേ? ഇത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത എന്താ നമ്മൾ ചെയ്യുന്നത്? P of k plus 1 is നോക്കണം. P of k plus 1 എന്താ? x raised to k plus 1 minus y raised to k plus 1 അല്ലേ ആണ്. നോക്ക്, is equal to m into x minus y. കിട്ടിയില്ലേ? ഇനി നോക്കിക്കോ. ഇനി നമ്മൾ എന്താ ചെയ്യുക നോക്കി? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തതുപോലെ തന്നെ നോക്ക. ഇത് x raised to k into x minus y raised to k into y equal to m into x minus y എന്ന് മാറ്റി എഴുതി. കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇനി നോക്കി, ഇവിടെ നമ്മൾ ഇതാ ഓൾറെഡി നമ്മൾ അസ്യൂം ചെയ്ത് വെച്ച ഈ സംഭവം ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവരണം. എന്ത് ചെയ്യും നോക്കിയതാ? ഇവിടെ എക്സ് അങ്ങ് പുറത്തെടുക്കുന്നു. എക്സ് പുറത്തെടുത്തു. എന്നിട്ട് എക്സ് റേസ് ടു കെ ഇവിടെ ഉണ്ട്. ബാക്കി എന്ത്? മൈനസ് വൈ റേസ് ടു കെ ഇവിടെ വേണം. മൈനസ് വൈ റേസ് ടു കെ മൈനസ് ഇവിടെ ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കണ്ടേ? ആഡ് ചെയ്ത് ഇങ്ങനെ ബാലൻസ് ചെയ്യണ്ടേ? പ്ലസ് വൈ റേസ് ടു കെ. അടുത്ത നോക്കുക. ഇനി ഇതാ ഇത്രയും സംഭവമായി. ഇനി എന്താ വേണ്ടത്? അതാ ബാക്കി ഇവിടെ ഇതുകൂടിയും ബാക്കിയുണ്ട്. മൈനസ് വൈ റൈസ് ടു കെ പ്ലസ് 1 വൈ റൈസ് ടു കെ ഇൻറ്റു വൈ റൈസ് ടു 1 വൈ എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലേ? ഈസ് ഈക്വൽ ടു എന്താ? എം ഇൻറ്റു എക്സ് മൈനസ് വൈ എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. ഇത് ഇവിടെ നിൽക്കട്ടെ. ഇത് RHS ആണ്. നമ്മൾ LHS മാത്രമേ കളിക്കുന്നുള്ളൂ. LHS മാത്രമേ കളിക്കുന്നുള്ളൂ അല്ലേ? ഇതാണ് LHS.
അപ്പൊ നോക്ക് ഈ സംഭവം എന്താണ് നമ്മൾ ഓൾറെഡി എം ഇൻറ്റു എക്സ് മൈനസ് വൈ ആണെന്ന് ഓൾറെഡി നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് വരും? എക്സ് ഇൻറ്റു എം ഇൻറ്റു എക്സ് മൈനസ് വൈ, എം ഇൻറ്റു എക്സ് മൈനസ് വൈ പ്ലസ് വൈ റൈസ് ടു കെ വരുക, എക്സ് ഇൻറ്റു വൈ റൈസ് ടു കെ അല്ലെ, മൈനസ് വൈ ഇൻറ്റു വൈ റൈസ് ടു കെ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം നോക്ക്, അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എക്സ് എം ഇൻറ്റു എക്സ് മൈനസ് വൈ, പിന്നെ പ്ലസ് എക്സ് ഇൻറ്റു വൈ റൈസ് ടു കെ, നോക്ക് പ്ലസ് എക്സ് ഇൻറ്റു വൈ റൈസ് ടു കെ മൈനസ് വൈ ഇൻറ്റു വൈ റൈസ് ടു കെ, വൈ ഇൻറ്റു വൈ റൈസ് ടു കെ. ഇനി നോക്കിക്കോ ഇതെന്താ സംഭവം ഇവിടെ വരുന്നത്? വൈ റൈസ് ടു കെ. ഓക്കെ, ഇതിന്റെ അകത്ത് നമുക്ക് രണ്ടും വൈ റൈസ് ടു കെ പുറത്തെടുക്കാം അല്ലെ. അപ്പൊ ഈസ് ഈക്വൽ ടു എക്സ് എം ഇൻറ്റു എക്സ് മൈനസ് വൈ അല്ലെ, പ്ലസ് ഇവിടെ നിന്ന് നമുക്ക് വൈ റൈസ് ടു കെ പുറത്തെടുത്താൽ ബാക്കി എന്ത് വരും? എക്സ് മൈനസ് വൈ വരും. രണ്ടെന്നും എക്സ് മൈനസ് വൈ പുറത്തെടുത്തോ, ഇവിടുന്നും എക്സ് മൈനസ് വൈ പുറത്തെടുത്താൽ എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് എം പ്ലസ് വൈ റൈസ് ടു കെ. ഇത് എന്തായാലും കുഴപ്പമില്ല, ഇതിന്റെ പുറത്ത് എക്സ് മൈനസ് വൈ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ അല്ലെ. ഇതായിരുന്നു എൽ എച്ച് എസ് അല്ലെ. എൽ എച്ച് എസിൽ എന്താ? എം ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞതാ, എക്സ് മൈനസ് വൈ ഇത് ഈ വലിയ ഒരു സംഭവം ഇത് പച്ചയില ഞാൻ വരച്ചത്, ഇതാണ് എന്താ? എം. അപ്പൊ എന്താ? ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ ആണ് അല്ലെ. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ എന്താ നമ്മൾ പറയേണ്ടത്? മൂന്നാമത്തെ സ്റ്റെപ്പ് അല്ലെ, പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ whenever P of K is true അല്ലേ? P of K is true. ഇനി അടുത്ത എന്താ? So P of N is true for all natural numbers. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. ഇപ്പൊ മൂന്നാമത്തും ചെയ്തു. സിമ്പിൾ ആയിട്ട് നമുക്ക് 4 മാർക്ക് മേടിച്ച് തരുമായിരുന്ന ഒരു ക്വസ്റ്റ്യൻ, മറ്റൊരു ക്വസ്റ്റ്യൻ അല്ലേ? ഇനി അടുത്ത് നോക്കിയോ, ഇത് നമ്മളതാ സീക്വൻസ് ആൻഡ് സീരീസിലൊക്കെ പഠിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യനാ അല്ലെ, സോറി ഒരു ഇക്വേഷനാ. അപ്പൊ ഇതിൽ ആദ്യം നമ്മൾ പറഞ്ഞ പി ഓഫ് എൻ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാനാ. സ്പീഡിൽ ചെയ്യാലോ. ആദ്യം ഇതിന് മുമ്പ് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ് പി ഓഫ് എൻ സച്ച് ദാറ്റ് എന്താടാ 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് എന്ന് തുടങ്ങിയിട്ട് n ക്യൂബ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ഓൾ സ്ക്വയർ. അപ്പൊ ഇതാണ്. അപ്പൊ എന്താ? നമ്മൾ പി ഓഫ് 1 ആദ്യം നോക്കണം. പി ഓഫ് 1 നോക്കുമ്പോ ഇത് എന്ത് വരുടാ? പി ഓഫ് 1 വരുമ്പോ എൽ എച്ച് എസിലെ ആദ്യത്തെ ഏക ടേം 1 ക്യൂബ്. ആർ എച്ച് എസിൽ എന്ത് ചെയ്യണം? n ഈക്വൽ ടു അങ്ങ് 1 ഇട്ട് കൊടുക്കണം. n ഈക്വൽ ടു 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 1 ഇൻറ്റു 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഓൾ സ്ക്വയർ. എന്തായാലും കുഴപ്പമില്ല. 2 കട്ട് ചെയ്ത് പിന്നെ 1 സ്ക്വയർ എടുത്താലോ 1 റൈസ് ടു 1000 കൊടുത്താലോ കുഴപ്പമില്ല, 1 വരുള്ളൂ. ഈസ് ഈക്വൽ ടു 1. ഇപ്പൊ എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് അല്ലെ. എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എന്താ? പി ഓഫ് 1 ഈസ് ട്രൂ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ? ബിയിലാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് നിന്നത് അല്ലെ. ഇവിടെ ഒന്നാമത്തെ സ്റ്റെപ്പ്, ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ എഴുതാറ്? രണ്ടാമത്തെ സ്റ്റെപ്പിൽ assume P of K is true. P of K ട്രൂ ആണ് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്തു. എന്നിട്ട് എന്താ ചെയ്യുന്നത് നോക്ക? 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് എന്ന് തുടങ്ങിയിട്ടാ കെ ക്യൂബ് വരെ പോവും. ഈസ് ഈക്വൽ ടു എന്ത് വരണം? കെ ഇൻറ്റു കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഓൾ സ്ക്വയർ വരണം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? പി ഓഫ് കെ പ്ലസ് 1 ആ നോക്കുന്നത്. പി ഓഫ് കെ പ്ലസ് 1 കണ്ടുപിടിക്കാൻ നോക്ക്. എൽ എച്ച് എസ് ആദ്യം നമുക്ക് ഇവിടെ എൽ എച്ച് എസ് എഴുതാം. ഇവിടെ എന്താ? റൈറ്റിൽ ആർ എച്ച് എസ് എഴുതല്ലേ. ഓക്കെ, ആദ്യം ഞാൻ ഇത് എഴുതി തുടങ്ങാം. എന്താ വരിക? പി ഓഫ് കെ പ്ലസ് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് എന്ന് തുടങ്ങിയിരുന്നാ ഇവിടെ ഉള്ള ഓൾറെഡി കെ ക്യൂബ് ഉണ്ട്. കെ ക്യൂബ് കഴിഞ്ഞിട്ട് അടുത്ത എന്താ? കെ പ്ലസ് 1 ക്യൂബ് വരെ അങ്ങ് പോവും. കെ പ്ലസ് 1 കാരണം എന്താ? പി ഓഫ് കെ പ്ലസ് 1 ആണ്. കെ മേലെ നിർത്താൻ പറ്റില്ല, കെ പ്ലസ് 1 മേലെ നിർത്താൻ പറ്റുമോ? ഇല്ലേ? അപ്പൊ ഈസ് ഈക്വൽ ടു എന്ത് വരണം എന്നറിയോ? ഈസ് ഈക്വൽ ടു നോക്ക കെ പ്ലസ് 1
into k plus 1 plus 1, k plus 1 plus 1 divided by 2 all square. All square ഇങ്ങനെ വരണം. ഇതാണ് എന്ത് RHS. നമ്മൾ LHS മേലല്ലേ ഒരു കളി കളിക്കുന്നത്, LHS മേലല്ലേ കളിക്കുന്നത്. LHS എന്താ ചെയ്യുന്നത്? ഇത്രയും ദൂരം പോയാൽ ഇത്രയും സംഭവങ്ങൾ ആഡ് ചെയ്താൽ എന്ത് വരുന്ന നമ്മളിവിടെ അസ്യൂം ചെയ്ത ഇത് വരുന്ന നമ്മൾ അസ്യൂം ചെയ്തത് അല്ലേ, ഇത് വരുന്ന അസ്യൂം ചെയ്തത്. ഇപ്പൊ എന്താ ചെയ്താ നോക്ക, k into k plus 1 divided by എന്താ, ഡിവൈഡ് ബൈ 2 all square plus k plus 1 all cube അല്ലേ. അപ്പൊ നോക്ക ഈസ് ഈക്വൽ ടു ഈ 2നെ നമ്മൾ എന്ത് ചെയ്യും, ഇതിനാദ്യം നമുക്കൊന്ന് സ്ക്വയർ ചെയ്ത് നോക്കാം. എന്താ വരിക, എന്താ സംഭവിക്കാൻ നോക്കാലോ. k സ്ക്വയർ ഇൻറ്റു k plus 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 വരും, പ്ലസ് k plus 1 ഓൾ ക്യൂബ്. k plus 1 ഓൾ ക്യൂബ് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇത് ഞാൻ എന്ത് ചെയ്ത് നോക്കിയതാ, ഇവിടെ ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ അങ്ങ് 4 കൊണ്ട് ഡിനോമിനേറ്ററിൽ ഡിവൈഡും ചെയ്തു. ഓക്കെ അല്ലേ. അപ്പൊ ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തോ. അത് വേണോ, അത് വേണ്ട. എന്താ നമ്മൾ ചെയ്യാൻ നോക്കുക, k plus 1 ഓൾ സ്ക്വയർ രണ്ടെന്നും അങ്ങ് പുറത്തെടുത്താൽ മതി. k plus 1 ഓൾ സ്ക്വയർ രണ്ടെന്നും പുറത്തെടുത്തു. ബാക്കി എന്താ ഉണ്ടാവുക, k സ്ക്വയർ ബാക്കി ഉണ്ടാവും. RHS 4 ഇൻറ്റു ബാക്കിയുള്ളവിടെ എന്തുണ്ട്, ബാക്കി ഇവിടെ ഒരു k plus 1 നമ്മൾ എടുക്കാത്ത ഒന്ന് ബാക്കിയുണ്ട്, 4 ഇൻറ്റു k plus 1 ഡിവൈഡ് ബൈ 4 ഈസ് ഈക്വൽ എന്ത് വരും, k plus 1 ഓൾ സ്ക്വയർ ഇൻറ്റു നോക്ക ഇൻറ്റു k സ്ക്വയർ പ്ലസ് 4k പ്ലസ് 4 വരും, 4k പ്ലസ് 4 ഓൾ ഡിവൈഡഡ് ബൈ 4. അടാ ഇതെന്താടാ സംഭവം, k plus 1 ഓൾ സ്ക്വയർ ഇൻറ്റു ഇതെന്താ k plus 2 ഓൾ സ്ക്വയർ അല്ലേ. k plus 2 ഓൾ സ്ക്വയർ തന്നെ, k സ്ക്വയർ പ്ലസ് 4k പ്ലസ് 4 എന്ന് പറഞ്ഞാൽ k plus 2 ഓൾ സ്ക്വയർ ആണ്, ഡിവൈഡഡ് ബൈ 4. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, k plus 1 ഇൻറ്റു k plus 2 ഇൻറ്റു വേണ്ട ഡിവൈഡഡ് ബൈ 2 ഓൾ സ്ക്വയർ എന്ന് എഴുതാം. ഇത് തന്നെയല്ലേ RHS, നോക്കിയോ, k plus 1 ഇൻറ്റു k plus 2 ഡിവൈഡ് ബൈ 2 ഓൾ സ്ക്വയർ അല്ലേ. ഇതാണ് LHS, ഇതാണ് RHS. LHS ഈസ് ഈക്വൽ ടു RHS. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പ് ഇതാ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ പറയുന്നത്, P of k is true whenever P of k is true. P of k is true. So അതുകൊണ്ട് എന്താ, P of n is true for all natural numbers. കിട്ടിയില്ലേ 4 മാർക്ക്, കിട്ടിയില്ലേ. ഇനി അടുത്ത് നോക്കുക, ഇത് മറ്റൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നതിലൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ചലഞ്ചിങ് എന്ന് പറയാനൊന്നുമില്ല, സിമ്പിൾ തന്നെയാണ്. നമ്മൾ ട്രിഗ്നോമെട്രി കുറച്ച് അറിയണം എന്ന് മാത്രം, ട്രിഗ്നോമെട്രി മാത്രം പോരാ, കോംപ്ലക്സും അറിയണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് ട്രിഗ്നോമെട്രി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചാണ്, പക്ഷേ കോംപ്ലക്സ് പഠിച്ചിട്ടില്ല. എന്നാലും അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ്, i സ്ക്വയർ ഈക്വൽ ടു -1 ആണെന്നുള്ളത് മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ, വേറെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ആദ്യം നോക്കിക്കോ, ലെറ്റ് P of n such that എന്താ, cos theta plus I sin theta all raised to n is equal to cos n theta plus I sin n theta അല്ലേ. ഇതാണ് നമ്മൾ P of n എന്ന് കൊടുത്തു. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ, P of 1 ആണ്. P of 1 കണ്ടുപിടിക്കണം. എന്താ കൊടുക്കുക നമ്മള്, cos theta plus I sin theta all raised to n ന് പകരം 1 is equal to, ഇതാണ് LHS അല്ലേ, ഇതാണ് LHS. RHS എന്താണ് നോക്ക്, RHS എന്താണ് നോക്കടാ, cos n ന് പകരം 1, അപ്പം 1 തീറ്റ cos തീറ്റ പ്ലസ് I sin into 1 തീറ്റ sin തീറ്റ തന്നെ അല്ലേ. അപ്പൊ എന്താ, cos തീറ്റ പ്ലസ് I sin തീറ്റ ആണ് LHS, cos തീറ്റ പ്ലസ് I sin തീറ്റ ആണ് RHS. അപ്പൊ എന്താ, LHS ഈസ് ഈക്വൽ ടു RHS. അപ്പൊ നമുക്ക് എന്ത് പറയാം, P of 1 is true. P of 1 ട്രൂ ആണ്, നമ്മൾ അങ്ങ് പ്രൂവ് ചെയ്തടാ. ഇനി എന്താ വേണ്ടത്, രണ്ടാമത്തെ സ്റ്റെപ്പില് അസ്യൂം എന്താ അസ്യൂം ചെയ്യേണ്ടത്, P of k is true.
assume P of K is true. അപ്പൊ എന്ത് വരും? cos theta plus I sin theta all raised to K is equal to cos K theta plus I sin K theta. അല്ലേ? ഇത് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചതാ. അപ്പൊ ഇനി എന്താ വേണ്ടത്? P of K plus 1. P of K plus 1. ഇവിടെ എന്താ? K ഉണ്ടായിരുന്നിടത്തൊക്കെ K plus 1 എടുത്തു. K ഉണ്ടായിരുന്നിടത്തൊക്കെ K plus 1 എടുത്തു. ഇത് എന്ത് വരും? cos theta plus I sin theta raised to K plus 1. cos theta plus I sin theta raised to K plus 1. അല്ലേ? K plus 1. ഇതെന്താ? RHS അപ്പൊ എന്ത് വരണം? RHS cos K ക്ക് പകരം K plus 1 വരണം. K plus 1 into theta. പിന്നെന്താ? പ്ലസ് I sin K plus 1 into theta. അല്ലേ? നമ്മളത് LHS വെച്ച് മാത്രമാണ് ഇപ്പം കളിക്കാൻ പോകുന്നത്. ഇത് RHS ആണ്, ഇത് LHS. LHS വെച്ച് മാത്രം അപ്പം കളിക്കാൻ പോകുന്നത്. നോക്കിയേ, ഇതിന് നമുക്ക് എന്ത് എഴുതാം? cos theta plus I sin theta raised to K into cos theta plus I sin theta എന്ന് കൊടുക്കാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഒരു പ്രശ്നവുമില്ല അല്ലേ? കാരണം എന്താ? ഇത്രയും സംഭവങ്ങൾ എന്താണ് നമുക്ക് ഓൾറെഡി അറിയാം. cos theta plus I sin theta raised to K എന്ന് പറഞ്ഞാൽ എന്താ? cos K theta plus I sin K theta ആണ്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് എഴുതിടാ? cos K theta plus I sin theta എന്നുള്ളത് ഇത്രയും ഭാഗത്തിന് നമ്മൾ അങ്ങ് മാറ്റിയതി. ഇൻറ്റു എന്താ ഇവിടെ ബാക്കിയുള്ളത്? cos theta plus I sin theta. cos theta plus I sin theta. ഇനി നോക്കാം, അകത്തോട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തോ. അകത്തോട്ട് അങ്ങ് മൾട്ടിപ്ലൈ ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് വരും? cos K theta ഇൻറ്റു എന്താ? cos theta മൾട്ടിപ്ലൈ ചെയ്തോ cos theta. പിന്നെ പ്ലസ് cos K theta ഇൻറ്റു I sin theta. I sin theta. ഇനി പ്ലസ് എന്ത് വരും? ഇവിടെ I sin theta ഇൻറ്റു അവിടെ cos theta ഇൻറ്റു cos theta. പിന്നെ എന്ത് വരും ഇവിടെ? I sin theta ഇൻറ്റു I sin theta. അപ്പൊ I സ്ക്വയർ sin സ്ക്വയർ തീറ്റ ആണോ? I സ്ക്വയർ അല്ലടാ, ഇവിടെ K തീറ്റ ഉണ്ട് അല്ലേ? ഇവിടെ K തീറ്റ എഴുതാൻ മറന്നു നമ്മൾ അല്ലേ? ഇവിടെ നമ്മൾ K തീറ്റ എഴുതാൻ മറന്നുണ്ട്. അപ്പം sin K തീറ്റ ഇൻറ്റു sin തീറ്റ. ഇവിടെ sin K തീറ്റ ഇൻറ്റു കോസ് തീറ്റ ആണേ. നോക്കട്ടെ, cos K തീറ്റ ഇൻറ്റു കോസ് തീറ്റ, cos K തീറ്റ ഇൻറ്റു I sin തീറ്റ പ്ലസ് I sin K തീറ്റ ഇൻറ്റു കോസ് തീറ്റ, I sin K തീറ്റ ഇൻറ്റു I sin തീറ്റ. ശരിയാ. അപ്പൊ I സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറഞ്ഞത്? I സ്ക്വയർ ഈക്വൽ ടു -1 ആണ്. അപ്പൊ നോക്ക്, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ ഈ I സ്ക്വയർ എന്നുള്ളതിനെ വെട്ടി ഞാൻ -1 എന്ന് എഴുതി. ഓക്കെ, -1 ഇൻറ്റു ഇത് കുഴപ്പമില്ലല്ലോ. ഇനി നമ്മൾ എന്താ ഇത് നോക്കി ഈ I ഉള്ളതല്ലാതെ ബാക്കിയെല്ലാം ഒരുമിച്ച് എഴുതിക്കോ. ഇത് I ഏതിലൊക്കെ ഉള്ളത്? I ഏതിലൊക്കെ ഉള്ളത്? I ഏതിലൊക്കെ? ഇതിൽ I ഉണ്ട്, ഇതിലും I ഉണ്ട്. ഇത് രണ്ടിലുമാണ് I ഉള്ളത്. അല്ല, അതിലല്ലല്ലോ, ഇതിലില്ല, സോറി, ഇതിലാണ് I ഉള്ളത് അല്ലേ? അപ്പൊ ഇനി I ഉള്ളതൊക്കെ ഒരു സ്ഥലത്തും I ഇല്ലാത്തൊരു സ്ഥലത്തും മാറ്റിയിരിക്കോ. cos K തീറ്റ ഇൻറ്റു cos തീറ്റ. പിന്നെന്താ? ഇവിടെ I ഇല്ലല്ലോ, അപ്പൊ -sin K തീറ്റ ഇൻറ്റു sin തീറ്റ അല്ലേ? പിന്നെ പ്ലസ് ബാക്കി ഇതുണ്ട് I ഉള്ളത് പ്ലസ് I cos K തീറ്റ sin തീറ്റ. ഇനി അടുത്തതാ ഇത് എഴുതണം. എന്താ? പ്ലസ് I sin K തീറ്റ cos തീറ്റ. രണ്ടെന്നും ഞാനിതാ ഈ I അങ്ങ് പുറത്തെടുത്തു. I ഞാൻ രണ്ടെന്നും അങ്ങ് പുറത്തെടുത്തതാ. ഇവിടെ എഴുതി. എടാ, ഇതെന്താ? cos A cos B മൈനസ് sin A sin B എന്ന് പറഞ്ഞാൽ എന്താ? cos A പ്ലസ് B ആണ്. അപ്പം cos K തീറ്റ പ്ലസ് തീറ്റ എന്ന് എഴുതി അല്ലെ? cos K തീറ്റ പ്ലസ് K തീറ്റ പ്ലസ് I ഇൻറ്റു ഇതെന്താ? cos A sin B പ്ലസ് sin A cos B. cos A sin B പ്ലസ് sin A sin B. ഇതെന്താ സംഭവം? sin A പ്ലസ് B ആണ്. sin K തീറ്റ പ്ലസ് തീറ്റ അല്ലേ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? cos തീറ്റ, സോറി,
k plus 1 into theta, k plus 1 into theta plus I into sin k plus 1 into theta എന്ന് ഇതാ ഇല്ലേ? ഇതെന്താ LHS ആണ്, ഇത് LHS ആണ്, ഇതാണ് RHS, ഇതാണ് RHS. രണ്ടും ശരിയല്ലേ? നോക്ക്, രണ്ടും ശരിയാണ്, സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? LHS equal to RHS, LHS equal to RHS എന്ന് എഴുതാം അല്ലേ? LHS equal to RHS എന്ന് എഴുതാം. അപ്പൊ ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്താ മൂന്നാമത്തെ സ്റ്റെപ്പ്, ഞാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ എഴുതുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ പറയാ? മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറയാ P of k plus 1 is true whenever P of k is true. P of k plus 1 is true whenever P of k is true അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാടാ? P of k is true എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതാം നോക്ക്? So P of n is true for all natural numbers, എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളൊരു 6 ടൈപ്പ് ക്വസ്റ്റ്യനുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 6 ടൈപ്പ് ക്വസ്റ്റ്യനുകൾ. ഇത് നല്ലതുപോലെ ചെയ്ത് നോക്കിയാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസേ വരുള്ളൂ. നിങ്ങൾ നോക്കിക്കോ, ഏറ്റവും സിമ്പിളായിട്ട് 4 മാർക്ക് മേടിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം സീക്വൻസ് ആൻഡ് സീരീസിലെ തിയറിയും അതിൻ്റെ പ്രോബ്ലംസും ആയിട്ട് നമുക്ക് തിരിച്ചു വരാം. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മളിനി സീക്വൻസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. അതിൽ സീക്വൻസ് എന്താണെന്നൊക്കെ നമുക്കറിയാം. അതിൽ ഇവിടെ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത്. അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ഇക്വേഷൻസ് മാത്രം നമ്മൾ നോക്കേണ്ടതുണ്ട്. എന്താണ്? എണ്ണാമത്തെ ടേം, എണ്ണാമത്തെ പദം
അല്ലേ? അല്ലെങ്കിൽ എ എൻ എന്ന് പറഞ്ഞാൽ എന്താ? എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ്. എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ് അല്ലേ? ഫസ്റ്റ് ടേം. പിന്നെന്താ? ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എന്താ എ പി നമുക്കറിയാലോ. 2, 5 പിന്നെന്താ 8, 11, 14 എന്നൊക്കെ തുടങ്ങുന്നതിൽ എന്താ ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്താ? 3 ആണ്. ഇവിടെ 3 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെയും 3 ആണ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 2 ആണ്. എ ഈസ് ഈക്വൽ ടു 2 ആണ്. ഓക്കെ, അപ്പൊ എന്താ വരിക? എ ഈക്വൽ ഫസ്റ്റ് ടേം പ്ലസ് എത്രാമത്തെ എ എന്ന് എന്നാമത്തെ പദം ആ എൻ അവിടെ കൊടുക്കുക -1 ഇൻറ്റു ഡി. ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. ഇവിടെ എത്ര? 3 ആണ്. കോമൺ ഡിഫറൻസ് 3 ആണ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് കാര്യം നമ്മൾ അരിത്മെറ്റിക് പ്രോഗ്രഷനെ ബന്ധപ്പെട്ട് നോക്കേണ്ടത്. രണ്ടാമത്തെ എന്താ? സം ഓഫ് എൻ ടേംസ്. സം ഓഫ് എൻ ടേംസിന് രണ്ട് ഇക്വേഷനുകളുണ്ട്. ഒന്നെന്താ? എസ് എൻ ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. എൻ എന്താണ്, എ എന്താണ്, ഡി എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? പിന്നെ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണെന്നറിയോ? എസ് എൻ ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം. എ എന്ന് പറഞ്ഞ ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഓക്കെ, അപ്പൊ എന്താ? ഈ രണ്ട് ഇക്വേഷനുകളാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത്. മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ഇതിൽ n നോക്ക്. നമുക്കതാ 2, 5, 8, 11, 14 എന്നുള്ളതിൽ ഞാൻ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞത് എ ഇതും എൽ ഇതുമാണ് കേട്ടോ. അപ്പൊ എന്താ വരിക? n ടോട്ടൽ എത്ര ഉണ്ട്? 1, 2, 3, 4, 5 ഉണ്ട്. 5/2 ഇൻറ്റു ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 2 ആണ് പ്ലസ് 14 അല്ലേ? ഇങ്ങനെയാണ് ഇതിന്റെ സം. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യാം. ഇതിൽ n നോക്കി. ഇതിപ്പോ നമ്മൾ 5 എന്നുള്ള എണ്ണി എടുക്കാൻ നമുക്ക് സിമ്പിൾ ആണ്. കാരണം എന്താ? 2, 5, 8, 11, 14 എന്താ നേരെ 5 2 നമുക്ക് കിട്ടും. ചിലതൊക്കെ നോക്കുക. ഇവിടെ നോക്കുക 17 ഇങ്ങനെ പോയിട്ട് ഒരു 200 അങ്ങനെ എന്തെങ്കിലും ഒരു നമ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ 200 പോലെ ഒരു നമ്പർ കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് n കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യാന്നറിയോ? ലാസ്റ്റ് ടേം 200 മൈനസ് ഫസ്റ്റ് ടേം 2 ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എത്രയാ? 3 അല്ലേ? പ്ലസ് 1. 198/3 പ്ലസ് 1 വരും അല്ലേ? അപ്പൊ എന്തായാലും 198 എന്ന് പറഞ്ഞാൽ 66 അല്ലേ? 66 പ്ലസ് 1 ഈസ് ഈക്വൽ 67 വരിക. അതാ ഇക്വേഷൻ. അതാ ഇവിടെ നമ്മൾ പറഞ്ഞത്. n എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം എ എൻ, ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ഓക്കെ, അപ്പൊ നമുക്ക് മെല്ലെ ഇതിന്റെ പ്രോബ്ലംസ് ചെയ്തു തുടങ്ങാം. നോക്കിയോ. nth ടേം ഓഫ് എ പി. എ പിയുടെ എന്നാമത്തെ ടേം TN എന്ന് പറഞ്ഞാൽ 3n - 2 ആണ്. അപ്പം നമ്മളോട് ചോദിച്ചത് കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നോക്കുക. T1 ആണ് ഫസ്റ്റ് ടേം എങ്കിൽ T1 പ്ലസ് ഡി അല്ലേ സെക്കൻഡ് ടേം അല്ലേ? അപ്പൊ എന്താ? T2 പ്ലസ് ഡി അല്ലേ തേർഡ് ടേം അല്ലേ? തേർഡ് ടേം എന്ന് പറഞ്ഞാൽ T2 പ്ലസ് ഡി ആണ്. മീൻസ് T1 പ്ലസ് 2d ആണ് T3 വരിക അല്ലേ? ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇത് വെച്ച് നോക്കിയേ. നമ്മൾ ആദ്യം T2 കണ്ടുപിടിക്കും, T1 കണ്ടുപിടിക്കും, എന്നിട്ട് T2 മൈനസ് T1 ആയിരിക്കും എന്ത്? ഡി. T2 മൈനസ് T1 ആയിരിക്കും ഡി. അപ്പൊ ആദ്യം നമുക്ക് T2 കണ്ടുപിടിക്കാം. T2 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2 മൈനസ് 2 ഈസ് ഈക്വൽ 6 മൈനസ് 2 4. ഇനി T1 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 1 മൈനസ് 2 ഈസ് ഈക്വൽ എന്താ? 3 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 1. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ഡി ആണ്. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? T2 മൈനസ് T1 ആണ്. അപ്പം 4 മൈനസ് 1 ഈസ് ഈക്വൽ 3 ആണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ എഴുതി കൊടുത്താൽ ഒരു മാർക്കാ. ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ ചില്ലറ മാർക്കല്ല കേട്ടോ. ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ ചില്ലറ മാർക്കല്ല. ഓക്കെ, ഒരു 10 സെക്കൻഡ് മതി ഇത് എഴുതാൻ. ഓക്കെ, ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ. തേർഡ് ടേം ഓഫ് ദ സീക്വൻസ് ഹൂസ് nth ടേം. nth ടേം എന്ന് പറഞ്ഞാൽ എന്താ? nth ടേം an എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? 3/2 റേസ് ടു n പ്ലസ് 1 ആണെന്ന് പറഞ്ഞത്. അപ്പൊ എന്താ? നമ്മൾ തേർഡ് ടേം അഥവാ A3 ആണ് ചോദിച്ചത്. അപ്പൊ എന്താ വരിക? 3/2 റേസ് ടു n-ന്റെ പകരം 3 കൊടുക്കുന്നു. 3 പ്ലസ് 1 ഈസ് ഈക്വൽ എന്തിനു? 3/2 റേസ് ടു 4 അല്ലേ? 3/2 റേസ് ടു 4. 3 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ എത്രയാ? 3 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 81. 3 സ്ക്വയർ 3 റേസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9, 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27, 3 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 81.
ഡിവൈഡ് ബൈ 2 റൈസ് ടു 4. 2, 4, 8, 16. 81/16. നാലാമത്തെ ഓപ്ഷനാണ് ശരി. അപ്പൊ എന്താ, ഒരു മാർക്ക് ഇവിടെയും പെട്ടിയിലായി. ഓക്കെ, ഒരു മാർക്ക് ഇവിടെയും പെട്ടിയിലായി. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ. ഇത് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് എൻ AP is equal to സം ഓഫ് ഫസ്റ്റ് 30 ടേംസ്. ദെൻ സം ഓഫ് ഫസ്റ്റ് 50 ടേംസ് ആണ് ചോദിച്ചത്. ഓക്കെ, നോക്കിയോ. ആദ്യം നമുക്കറിയാം SN എന്നുള്ളത് എന്താ. SN എന്നുള്ള ഈ കോമൺ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതിയെടുത്തു. SN ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d അല്ലേ. ഇനി ഞാൻ ഇവിടെ എഴുതി വെച്ചു. ആദ്യത്തെ എന്താ പറഞ്ഞത്, 20 ടേമും ആദ്യത്തെ 20 ടേം ആഡ് ചെയ്താലും പിന്നെ എന്താ ആദ്യത്തെ 30 ടേം ആഡ് ചെയ്താലും ഒരേ വാല്യൂ ആണ് ആൻസർ കിട്ടുക എന്നാണ് അല്ലേ. അപ്പൊ എന്താ വരിക, ഫസ്റ്റ് n20 ആയിട്ടുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്താ 20/2 ഇൻറ്റു 2a പ്ലസ് 20-1 ഇൻറ്റു d ഈസ് ഈക്വൽ ടു 30/2 ഇൻറ്റു 2a പ്ലസ് 30-1 ഇൻറ്റു d അല്ലേ. അപ്പൊ നോക്കടാ, ഇതിനെ നമുക്ക് എന്ത് എഴുതാം, 20/2 അല്ലേ. 20/2 എന്താ, ഇത് 10 ആണ്. ഓക്കെ, ഞാൻ ഇവിടെ തന്നെ 10 ആക്കാം കേട്ടോ. ഇവിടെ തന്നെ 10 ആക്കി, ഇവിടെ തന്നെ 15 ആക്കി. ഓക്കെ, ഇനി നോക്കിയോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 20a പ്ലസ് ഇത് 19 ആയിണ്ട് 10 ഇൻറ്റു 19d. അപ്പൊ എന്ത് വരും, 190d ഈസ് ഈക്വൽ ടു അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൈറ്റില് 30a പ്ലസ് അത് 29 ആണ്. 29 ഇൻറ്റു 15 15 ഇൻറ്റു 29. അപ്പൊ എന്ത് വരും, 290 പ്ലസ് 145 എത്ര വരടാ, 435 വരും. 435d. ഓക്കെ, ഇനി നോക്ക 435. ഇത് നമുക്കൊരു എയും ഡിയും തമ്മിൽ റിലേഷൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നോക്ക 20a ഇവിടെ ഒരു എന്തുണ്ട് 30a. അപ്പൊ ഇവിടെ ബാക്കി എന്ത് വരും, 10a ഇല്ലേ. ഇനി ഇവിടെ എന്ത് ബാക്കി ഉണ്ടാവും, 435 മൈനസ് 190. 435 മൈനസ് 200 എന്ന് പറഞ്ഞാൽ 235 ആണ്. അതിൽ നിന്നൊരു 10 കൂട്ടിയാൽ മതി. അപ്പൊ എന്ത് വരും, 245. ഇവിടെ 0 എഴുതി. അപ്പൊ എന്താ, 10a ഈസ് ഈക്വൽ ടു 245. 245 മാത്രം 245d ഉണ്ട്. 245d ഉണ്ട്. അപ്പൊ എന്ത് എഴുതാം നമുക്ക്, 10a ഈസ് ഈക്വൽ ടു 2 മൈനസ് 245d. അപ്പൊ എന്താ, a ഈസ് ഈക്വൽ ടു മൈനസ് 24.5d. a കിട്ടി. എയും ഡിയും തമ്മിൽ റിലേഷൻ കിട്ടി. ഇനി നോക്ക, സം ഓഫ് ഫസ്റ്റ് 50 ടേംസ് ആ ചോദിക്കുന്നത്. നോക്ക, S50 ഈസ് ഈക്വൽ ടു എന്താ വരിക, ഫസ്റ്റ് ടേം ഫസ്റ്റ് എന്താ എഴുതേണ്ടത്, 50/2 ഇൻറ്റു എന്താ 2a പ്ലസ് എന്താ 50 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 49d. അപ്പൊ എക്ക് പകരം മൈനസ് 24.5d അവിടെ കൊടുത്തു നോക്ക്. അപ്പൊ എന്ത് വരും, 50/2 എന്ന് പറഞ്ഞാൽ 25 ഇൻറ്റു 2a എന്ന് പറഞ്ഞാൽ മൈനസ് 49d പ്ലസ് 49d അല്ലേ, ഈസ് ഈക്വൽ ടു 0. ഇത് രണ്ടും കട്ട് ചെയ്താൽ പോരെ. മൈനസ് 49ഡിയും പ്ലസ് 49ഡിയും കട്ട് ചെയ്തു. അപ്പൊ ഈസ് ഈക്വൽ ടു 0 വന്നു. മൂന്നാമത്തെ ഓപ്ഷൻ ആണ് ആൻസർ വരിക. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ ആണ് ആൻസർ വരിക. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഒരു സീക്വൻസിൽ ഹൗ മെനി ടേംസ് ആർ ദർ ഇൻ ദി ഗിവൺ സീക്വൻസ്. ഇതിനു വേണ്ടിയുള്ള ഇക്വേഷൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്തായിരുന്നു, n ഈസ് ഈക്വൽ ടു എന്താ, an മൈനസ് a1 ഡിവൈഡഡ് ബൈ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 അല്ലെ. ഇവിടെ എന്താ, ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 99 ആണ്. അപ്പൊ 99 മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 3 ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ എത്ര അവിടെ വരുന്നത്, 3. ഇവിടെ 3 എല്ലാം 3 ആണ് വരുന്നത്. അപ്പം ഡിവൈഡ് ബൈ 3 പ്ലസ് 1. അപ്പൊ 96 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1. 96/3 എന്ന് പറഞ്ഞാൽ 32 ആടാ. 32 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 33 എന്ന് എഴുതിയാൽ ഒരു മാർക്ക്. സിമ്പിൾ ആയിട്ട് ഇത് ആകെ അറിയേണ്ട ഈ ഇക്വേഷനാ. ആകെ അറിയേണ്ടത് ഈ ഒരു ഇക്വേഷൻ മാത്രാണ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ മാത്രമാണ് ആകെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുള്ളത്. ഓക്കെ, ഇതിൽ നോക്ക, മീൻ ഓഫ് ദ സീക്വൻസ് ചോദിച്ചു. മീൻ ഓഫ് ദി സീക്വൻസ് ഇതില്
3 പ്ലസ് 6 പ്ലസ് 9 പ്ലസ് 12 എന്ന് തുടങ്ങിയിട്ട് 99 വരെ ഈ ഒരു സീക്വൻസ് ഉണ്ട്. ഇതിൽ എത്ര ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്? എത്ര ടേംസ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിച്ചത്? 33 ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചത്. ഡിവൈഡ് ബൈ 33 അല്ലേ? ഡിവൈഡ് ബൈ 33. ഇനി നോക്കടാ, ഈസ് ഈക്വൽ ടു, ഇതിൽ നിന്ന് ഞാൻ 3 എല്ലാത്തിൽ നിന്നും പുറത്തെടുത്തു. 3 ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എന്ന് തുടങ്ങിയിട്ട് 99/3 എന്ന് പറഞ്ഞാൽ 33 ആണ്. 33 വരെ എഴുതി. ഡിവൈഡ് ബൈ 33. ഡിവൈഡഡ് ബൈ 33. ഓക്കെ, ഇനി നോക്കിയോ. ഇനി ഇതിന് നമുക്ക് ഓൾറെഡി പഠിച്ചതായിരിക്കാം, പക്ഷെ നമ്മൾ ഇന്ന് പഠിച്ചിട്ടില്ല, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അതെന്താണ്? 1 മുതൽ n വരെ ഉള്ള 1 പ്ലസ് 2 മുതൽ n വരെയുള്ളത് ആഡ് ചെയ്തു പോകുമ്പോൾ എന്തായിരിക്കും വരിക എന്നാണ് നമ്മൾ പറഞ്ഞത്? എന്തായിരിക്കും വരിക എന്നാണ് പറഞ്ഞത്? n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ആണത്. n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2 അല്ലേ? n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2. അപ്പൊ ഇവിടെ 33 എണ്ണ ഉള്ളത് അല്ലെ? n ഈക്വൽ ഇവിടെ 33 ആണ്. അപ്പൊ 3 ഇവിടെ പുറത്തുണ്ട്. ഇൻറ്റു 1 മുതൽ 33 വരെ ഉള്ളതിനെ നമ്മൾ എന്താ ഇത്? n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 എന്ന് പറഞ്ഞാൽ 33 ഇൻറ്റു 33 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡ് ബൈ 33. ഇത് രണ്ടും കട്ട് ചെയ്തു, ഇത് രണ്ടും കട്ട് ചെയ്തു. അപ്പൊ എന്താണ് അവരെ? ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 33 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 34 ഡിവൈഡ് ബൈ 2. ഇത് രണ്ടും കട്ട് ചെയ്ത 17. 3 ഇൻറ്റു 17 ഈസ് ഈക്വൽ ടു 51. ഇത്ര മാത്രം എഴുതിയ 2 മാർക്ക്. ഇത്ര മാത്രം എഴുതിയ 2 മാർക്ക്. സിമ്പിൾ ആയിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 51 ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. ഫൈൻഡ് ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഈച്ച് ടേംസ് ഓഫ് ദ ഗിവൻ സീക്വൻസ് ആണ് പറഞ്ഞത്. ഇതിന്റെ തന്നെ സ്ക്വയറുകളുടേതാണ് നമ്മളോട് ചോദിച്ചു അല്ലേ? അപ്പൊ നോക്കടാ, ഇതിനെ 3 എന്നുള്ളതിന് ഞാൻ 3 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 2 സ്ക്വയർ. ഇത് എന്താണെന്നറിയോ? ഇതിന് സ്ക്വയർ ആണ് ചോദിച്ചത്. മീൻസ് 3 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ എന്നുള്ളതിന്റെ സമ്മാണ് 99 സ്ക്വയർ വരെ ഉള്ളതിനാണ് നമ്മളോട് ചോദിച്ചല്ലേ? അപ്പൊ എന്താ, ഇതിനെ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. പ്ലസ് എന്താ? 3 ഇൻറ്റു 3 സ്ക്വയർ. 12 നമുക്ക് എന്ത് എഴുതാം? 3 ഇൻറ്റു 4 സ്ക്വയർ എന്ന് എഴുതിയിരുതാ. ഇങ്ങനെ എന്താ? 3 ഇൻറ്റു 33 സ്ക്വയർ ഇങ്ങനെ എഴുതാം. എഴുതിക്കൂടെ? ഇനി എന്താ നോക്ക്, ഇതിൻ്റെ അകത്ത് നിന്ന് എല്ലാത്തുനിന്നും ഞാൻ 3 സ്ക്വയർ അങ്ങ് പുറത്തെടുത്തു. 3 സ്ക്വയർ എല്ലാത്തുനിന്നും പുറത്തെടുത്തിട്ട് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എന്ന് തുടങ്ങിയിട്ട് 33 സ്ക്വയർ വരെ ഉള്ളൂ അല്ലേ? ഇത് നമുക്കറിയാലോ. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്നുള്ളതിൻ്റെ എന്തായിരിക്കും? n ഇൻറ്റു അല്ലേ? നോക്ക്, 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് തുടങ്ങിയിട്ട് n സ്ക്വയർ വരെ ഉള്ളതിൻ്റെത് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 നമുക്കറിയാവുന്നതാണ് അല്ലേ? നമുക്കറിയാവുന്നതാണ്. അതാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താ ചെയ്യാൻ പോകുന്നത്? ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 അല്ലേ? 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. ഇനി നോക്കുക, n എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? n എന്ന് പറഞ്ഞാൽ 33 ആണ്. അപ്പോ എന്താ? ഇൻറ്റു n എന്നുള്ള 33 ഇൻറ്റു n പ്ലസ് 1 33 പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1. അപ്പൊ എന്താ വരിക? 2 ഇൻറ്റു 33 പ്ലസ് 1 ഡിവൈഡ് ബൈ 6 ഡിവൈഡഡ് ബൈ 6. അപ്പൊ നോക്കിയേ, ഇനി ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 33 ഇൻറ്റു 34 ഇൻറ്റു ഇതെന്താ വരിക? 2 ഇൻറ്റു 33 66. 66 പ്ലസ് 1 67 ഡിവൈഡ് ബൈ 6 ഡിവൈഡ് ബൈ 6. എടാ, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഇത് ഡിവൈഡ് ചെയ്ത് നോക്കി എന്താ വരിക എന്നറിയോ? 112761 ആ വരിക. 112761 ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് എന്താണ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. എന്തായാലും ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. ഇതിനും കിട്ടുമായിരുന്നു 2 മാർക്ക്. ആകെ അറിഞ്ഞിരിക്കേണ്ട ഈക്വേഷൻ മാത്രമായിരുന്നു അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ എന്താ, ഈ ഈക്വേഷനൊക്കെ നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇപ്പം ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടതെന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനിതാ ഈ ഒരു ക്വസ്റ്റ്യന് പ്രീവിയസ് ആയി വന്ന ക്വസ്റ്റ്യൻ ഒന്നല്ല കേട്ടോ. ഞാൻ NCERT ഒരു ക്വസ്റ്റ്യൻ എടുത്തതാണ്. NCERT ഈ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് 2-3 ഉണ്ട്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഒരു ടൈപ്പ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ചാപ്റ്ററിന്റെ കൺസെപ്റ്റ് നല്ല രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഇവിടെ പറയുന്നത് സം ഓഫ് n ടേംസ് ഓഫ് 2 അരിത്മെറ്റിക് പ്രോഗ്രഷൻസ്. 2 അരിത്മെറ്റിക് പ്രോഗ്രഷൻസ് ഉണ്ട്. അതിലെ 2 എണ്ണത്തിൻ്റെയും സമ്മ് ഈ ഒരു റേഷ്യോയിലാണ്. 3n പ്ലസ് 8 ഈസ് ടു 7n പ്ലസ് 15 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ്. ഓക്കെ, നോക്ക്,
നമ്മൾ ചോദിച്ചത് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദർ 12th ടേംസ് ആണ്. 12th ടേം നമുക്കറിയാം എ എൻ എന്ന് പറഞ്ഞാൽ എന്താ? എ എൻ എന്ന് പറഞ്ഞാൽ എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണ് അല്ലേ? അപ്പൊ നോക്ക്, ഇവിടെ നമ്മൾ റേഷ്യോ ഓഫ് ദർ 12 ടേംസ് പറഞ്ഞു. അപ്പൊ നോക്ക്, രണ്ടെണ്ണം ഉണ്ട്, രണ്ട് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഉണ്ട്. ആദ്യത്തിന് ഞാൻ A1 D1 എന്ന് കൊടുത്തു, ഇത് ഞാൻ A1N എന്ന് കൊടുത്തു ഇതിനെ. ഇനി A2N ഉണ്ട്. A2N എന്ന് പറഞ്ഞാൽ A2 പ്ലസ് N മൈനസ് 1 ഇൻറ്റു D2 ആണ്. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ നോക്കിയോ, ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചത്. N ഈക്വൽ ടു 12 ആണ് തന്നു. N ഈക്വൽ ടു 12 ആണ്. സം ഓഫ് ദർ റേഷ്യോ ഓഫ് ദർ 12 ടേംസ്, 12ാമത്തെ ടേമുകൾ തമ്മിൽ, ഇത് രണ്ടും തമ്മിലുള്ള A1N ഡിവൈഡ് ബൈ A2N ആണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ എന്താ, A1 പ്ലസ് 12 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 11 D1 ഡിവൈഡഡ് ബൈ A2 പ്ലസ് 12 മൈനസ് 1 ഇവിടെ 11 D2. ഇതാണ് നമ്മളോട് ചോദിച്ചത്. ഇതിനു വേണ്ടി നമ്മളോട് തന്ന എന്താണെന്ന് അറിയാം, ഈ ഒരു ടൈപ്പ് പ്രോബ്ലം ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഇത്. നോക്കി വെക്കുക. നമ്മളോട് പറഞ്ഞത് സം ഓഫ് n ടേംസ് ഓഫ് 2 അരിത്മെറ്റിക് പ്രോഗ്രഷൻസിന്റെ റേഷ്യോ പറഞ്ഞത്. അപ്പൊ എന്താ, SN ന്റെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചത്? n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി അല്ലേ? അപ്പൊ നോക്കടാ, ഇതില് ഫസ്റ്റ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെത് നമ്മൾ n/2 ഇൻറ്റു 2a1 എന്നെഴുതി. 2a1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d1 ഡിവൈഡഡ് ബൈ n/2 ഇൻറ്റു 2a2 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d2. ഇത് രണ്ടും ഇവിടെ തന്നെ കട്ട് ചെയ്തു. അപ്പൊ ഈ സീക്വൽ ടു എന്താ നമ്മളോട് പറഞ്ഞത്? 3n പ്ലസ് 8 ഡിവൈഡ് ബൈ 7n പ്ലസ് 15 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെ, ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നോക്കടാ, ഇത് ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ n എത്ര കൊടുത്താലാ പറ്റുക? നോക്കി, ഇവിടെ 2a1 ഉള്ളത്. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ 2a1, ഇവിടെ a1 ഉള്ളത്, ഇവിടെ 2a1 ഉള്ളത്. അപ്പൊ അതിന്റെ ഡബിൾ ആണ്. അപ്പൊ ഇവിടെ 11 ആണെങ്കിൽ ഇവിടെ എന്ത് വരണം? ഇവിടെ നമുക്ക് 22 വന്നാൽ ഇത് സിമ്പിൾ ആയിട്ട് കിട്ടില്ലേ? n-1 22 വരിക എന്ന് പറഞ്ഞാൽ n ഈക്വൽ ടു എത്ര കൊടുക്കുക? നമ്മൾ n ഈക്വൽ ടു 23 കൊടുത്തു. പുട്ട് n ഈക്വൽ ടു 23. ഇനി എന്ത് ചെയ്യും നോക്കിയോ, 2a1 പ്ലസ് 23 മൈനസ് 1 ഇൻറ്റു d1 ഡിവൈഡഡ് ബൈ 2a2 പ്ലസ് n മൈനസ് 23 മൈനസ് 1 ഇൻറ്റു d2 ഈസികൾ. ഇവിടെ n RHSൽ n 23 കൊടുക്കണ്ടേ? അപ്പൊ എന്ത് വരും? 3 ഇൻറ്റു 23 പ്ലസ് 8 ഡിവൈഡ് ബൈ 7 ഇൻറ്റു 23 പ്ലസ് 15 അല്ലെ? ഈ സീക്വൽ ഇത് എന്ത് വരടാ? 3 ഇൻറ്റു 23 എന്ന് പറഞ്ഞാൽ 69 പ്ലസ് 8 ഡിവൈഡ് ബൈ 7 ഇൻറ്റു 23. 7 ഇൻറ്റു 23 എന്ന് പറഞ്ഞാൽ 115 പ്ലസ് 46. 115 പ്ലസ് 46 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 161 അല്ലേ? 161 പ്ലസ് 15 ഈ സീക്വൽ എന്ത് വരും? 77 ഡിവൈഡ് ബൈ 176. 77 ഡിവൈഡ് ബൈ 176 എന്നുള്ളതാണ് ഇതിൻ്റെ അത് കിട്ടുക അല്ലേ? അപ്പൊ ഇതിനെ തന്നെ, ഈ LHSനെ തന്നെ ഞാനൊന്ന് താഴോട്ട് എഴുതിയിട്ട് 2 പുറത്തെടുത്തു. ഓക്കെ, 2 പുറത്തെടുത്ത് a1 പ്ലസ് ഇത് 22 ആയിരുന്നു. അതിൽ നിന്ന് വേണ്ട, നമ്മൾ ഇത് തന്നെ എങ്ങനെ തന്നെ ഒന്നുകൂടി ചെയ്ത് അല്ലേ? 2a1 പ്ലസ് 22 d1 ഡിവൈഡഡ് ബൈ 2a2 പ്ലസ് 22 d2 ആണ് എന്ത്? 77 ഡിവൈഡ് ബൈ 176. പക്ഷെ നമ്മളോട് ചോദിച്ചതാ a1 പ്ലസ് 11 d1 ഡിവൈഡ് ബൈ a2 പ്ലസ് 11 d2 അല്ലേ? അപ്പൊ എന്താ, ഇത് നമുക്ക് നേരെ 2 അങ്ങ് പുറത്തെടുക്കാം അല്ലേ? 2 അങ്ങ് പുറത്തെടുക്കാം. 2 പുറത്തെടുത്താൽ a1 പ്ലസ് 11 d1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു a2 പ്ലസ് 11 d2 ഈ സീക്വൽ ടു എന്താ? 77 ബൈ 176 ആണ്. 2 കട്ട് ചെയ്താൽ a1 പ്ലസ് 11 d1 ബൈ a2 പ്ലസ് 11 d2 ഈക്വൽ ടു 77 ബൈ 176 എന്ന് കിട്ടും. സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, ഈ ഒരു ടൈപ്പ് പ്രോബ്ലം എൻട്രൻസിനൊക്കെ ചോദിച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ഇത് എത്ര 12 ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക്? 2 ഇൻറ്റു 12 മൈനസ് 1, 2 ഇൻറ്റു 12 മൈനസ് 1 എന്നുള്ളത് എന്നിന് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എൻട്രൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പക്ഷേ എൻട്രൻസ് അല്ല, ബോർഡ് എക്സാമിന് നമ്മൾ ഇങ്ങനെ ചെയ്ത് തന്നെ പോകണം. 77 ബൈ 176 ഇസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യനാ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. ഇതില് in an arithmetic progression, first term is 2 and sum of first 5 term is 1/4 of the next 5 terms.
ഷോ ദാറ്റ് 20th ടേം ഈസ് -112 എന്ന് പറയുന്നത് അല്ലേ. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ 2 ആണ്. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്, സം ഓഫ് ഫസ്റ്റ് 5 ടേം ഏതൊക്കെയാണ്? സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഡി പ്ലസ് എ പ്ലസ് 2d പ്ലസ് എ പ്ലസ് 3d പ്ലസ് എ പ്ലസ് 4d അല്ലേ. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം ഈസ് ഈക്വൽ ടു എന്താ പറയുന്നത് 1/4 ഓഫ് നെക്സ്റ്റ് 5 ടേംസ്. നെക്സ്റ്റ് 5 ടേംസ് പറഞ്ഞാൽ എ പ്ലസ് 4d വരെയാണ് നമ്മൾ നിർത്തിയത്. ഇനി എ പ്ലസ് 5d പ്ലസ് എ പ്ലസ് 6d പ്ലസ് എ പ്ലസ് 7d പ്ലസ് എ പ്ലസ് 8d പ്ലസ് എ പ്ലസ് 9d, എ പ്ലസ് 9d. ഓക്കെ, ഇനി ഈ 4നെ ഞാൻ ലെഫ്റ്റിലോട്ട് ഉണ്ടോന്ന് കേട്ടോ. 4നെ ഞാൻ ലെഫ്റ്റിലോട്ട് ഉണ്ടോന്നിട്ട് 4 ഇൻറ്റു ഇവിടെ എന്താ പറയുക എ പ്ലസ് എ പ്ലസ് എ പ്ലസ് എ പ്ലസ് എ എന്നാണ് 5 തവണ എ എന്നാണ് 5a പ്ലസ് ഡി എത്ര തവണ 1 2 ഇവിടെ ഉണ്ട്. അപ്പൊ 3 പ്ലസ് 3 6 6 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 10d അല്ലേ, 10d. അപ്പൊ ഈ ഈക്വൽ ടു എന്താണ്? ഇതിന്റെ RHS നോക്കിയോ. RHSൽ ഇവിടെ എത്ര എ ഉണ്ട്? ഇവിടെയും 5a ഉണ്ട്, 5a പ്ലസ് ഇവിടെ എത്ര ഡി ഉണ്ട്? 5d 11d 18d പിന്നെ എന്താ 26d പിന്നെ ഒരു 9d 35d. ഓക്കെ, ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20a പ്ലസ് 40d ഈസ് ഈക്വൽ ടു 5a പ്ലസ് 35d അല്ലേ. അപ്പൊ ഇനി നോക്കടാ 15a എന്ന് കിട്ടും. കാരണം എന്താ, ഇത് രണ്ടും കട്ട് ചെയ്താൽ 15a പ്ലസ് 5d ഏതാ 40യും 35 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ നമുക്ക് a ഈസ് ഈക്വൽ ടു 2 എന്ന് തന്നിട്ടുണ്ട്. a ഈസ് ഈക്വൽ ടു 2 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്താ 30 ഈസ് ഈക്വൽ ടു -5d 15 × 2. ഓക്കെ, ഇത് ഇവിടെ കൊടുത്തേ ഉള്ളൂ. അപ്പൊ നമുക്ക് d ഈസ് ഈക്വൽ ടു -6, d ഈസ് ഈക്വൽ ടു -6. നമ്മളോട് ചോദിച്ചത് എന്താ 20ാമത്തെ ടേം 112 ആണെന്നാ പറഞ്ഞത്. അപ്പൊ a 20 20ാമത്തെ ടേം a പ്ലസ് n-1 ഇൻറ്റു d ആണ് അല്ലേ. അപ്പൊ a എന്ന് പറഞ്ഞാൽ 2 ആണ് പ്ലസ് n-1 എന്ന് പറഞ്ഞാൽ 20 - 1 ഇൻറ്റു d എന്ന് പറഞ്ഞാൽ -6 അല്ലേ. അപ്പൊ ഈ ഈക്വൽ എന്ത് വരും 2 മൈനസ് ഇത് 19 ആണ്, 19 × 6 ഈസ് ഈക്വൽ ടു 2 മൈനസ് 19 × 6 എന്ന് പറഞ്ഞാൽ 114 അല്ലേ. കാരണം 120 6 കുറച്ചാൽ മതി, 114 ഈസ് ഈക്വൽ എന്ത് വരും -112 ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ എന്താ ഹെൻസ് പ്രൂവ്ഡ് എന്ന് പറയാം. ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ശരി. അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലൈങ് ബിറ്റ്വീൻ 100 and 1000 വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 5 അല്ലേ. നമുക്ക് ആദ്യം എന്ത് കിട്ടണം? n കിട്ടണം അല്ലേ. n കിട്ടണം. n എന്ന് പറഞ്ഞാൽ എത്ര? ലാസ്റ്റ് ടേം അല്ലേ. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് +1 ആണ്. ലാസ്റ്റ് ടേം ലൈങ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ 1000ഉം 100ഉം പറ്റില്ല, അതിന്റെ ഇടയിലുള്ളതേ പറ്റുള്ളൂ. 1000ന്റെ തൊട്ട് മുമ്പുള്ളത് എന്താ? 995 ആണ്. 995 മൈനസ് 100 കഴിഞ്ഞ അടുത്ത ഏതാ? 105 ആണ്. ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് ആണ്, മൾട്ടിപ്പിൾ ഓഫ് 5 ആയതുകൊണ്ട് 5 + 1 അല്ലേ. ഈ ഈക്വൽ എന്ത് വരും? 890 ഡിവൈഡ് ബൈ 5 + 1. 890 പ്ലസ് ഡിവൈഡ് ബൈ 5 + 1. 890ൽ എത്ര 5 ഉണ്ടാ? 178 ഉണ്ട് അല്ലേ. 178 ഉണ്ട്. ഇപ്പൊ 89 10s ഉണ്ട്, അപ്പൊ അതിന്റെ ഡബിൾ ആയിരിക്കും 5s ഉണ്ടാവുക. അതാണ് 178. 178 + 1 ഈസ് ഈക്വൽ ടു 179. ഈസ് ഈക്വൽ ടു 179. ഇനി നമ്മളോട് ചോദിച്ചെന്താ? സം ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലൈങ് ബിറ്റ്വീൻ 100 and 1000 അല്ലേ. അപ്പൊ നമുക്കറിയാലോ, നമുക്ക് ഫസ്റ്റ് ടേമും അറിയാം, ലാസ്റ്റ് ടേമും അറിയാം. നമുക്ക് ഇക്വേഷൻ അറിയാലോ. എന്താ? ഫസ്റ്റ് Sn ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡ് ബൈ d അല്ലേ. അപ്പൊ ഈ ഈക്വൽ ടു എന്തു? എടാ d വേണം അവിടെ, വേണ്ട d വേണ്ട.
n/2 ഇൻറ്റു എ പ്ലസ് എൽ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം മാത്രമേ ആവശ്യമുള്ളൂ അല്ലേ? അപ്പൊ എന്താ n/2 എന്ന് പറഞ്ഞാൽ 179/2 ഇൻറ്റു ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം 105 ലാസ്റ്റ് ടേം 995 ഈസ് ഈക്വൽ എന്ത് വരും 179 ഇൻറ്റു 1100 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 179 ഇൻറ്റു 550 അല്ലേ? ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എന്താ വരിക എന്ന് പറയുക വലിയൊരു നമ്പർ ആകട്ടെ 98450. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ നോക്കിയാൽ മതി. പക്ഷേ ഇത് പ്രോബ്ലം ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കിയേക്കുക. സിമ്പിളായിട്ട് ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കാൻ പറ്റി. ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റി. സിമ്പിൾ അല്ലേ? ഓക്കെ, നമുക്കിത് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഈ ഒരു ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ. ഈ സിമിലർ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യനുകൾ നമ്മളെ മെറ്റീരിയലുണ്ട്, നമ്മളെ NCERT-യിലുണ്ട്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതൊക്കെ ഈ ഒരു മെത്തേഡ് തന്നെയാണ്. mth ടേം ഓഫ് എൻ എ പി എന്ന് പറഞ്ഞാൽ എ എം എന്ന് പറഞ്ഞ n ആണ്. പിന്നെ എ എൻ എന്ന് പറഞ്ഞാലോ എ എൻ എന്ന് പറഞ്ഞാൽ എം ആണ്. ഓക്കെ, എ എം എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ടേം. രണ്ടും ഒരേ ടേം ആണ്. അപ്പൊ രണ്ടിന്റെയും ഫസ്റ്റ് ടേം സെയിം ആയിരിക്കും. ഇവിടെ m-1 ഇൻറ്റു ഡി ആയിരിക്കും. ഇവിടെ എന്താ n-1 ഇൻറ്റു ഡി ആയിരിക്കും. ഇത് ഈസ് ഈക്വൽ ടു n ആണ്, ഇത് ഈസ് ഈക്വൽ ടു m ആണ്. ഓക്കെ, ഇതിന് ഞാൻ 1 എന്നും ഇത് ഞാൻ 2 എന്നും വിളിച്ചു. ഓക്കെ, ഇനി ഞാനിതാ 1 - 2 ചെയ്യാം. 1 - 2 ചെയ്യാണ്. നോക്കുക, ഇവിടെ എയും മൈനസ് ഐ പി അത് നോക്കണ്ട. പിന്നെന്താ നോക്കുക, ഇവിടെ ഡി m-1 ഇൻറ്റു ഡി മൈനസ് n-1 ഇൻറ്റു ഡി. അപ്പം m-1 ഇൻറ്റു ഡി മൈനസ് n-1 ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു n-m. ഈസ് ഈക്വൽ ടു n-m. നോക്കുക, ഇതിൽ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എം ഡി മൈനസ് ഡി മൈനസ് എൻ ഡി പിന്നെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ഡി ഈസ് ഈക്വൽ ടു n-m. അതായത് മൈനസ് ഡിയും ഡിയും കട്ട് ചെയ്തോ. ഇവിടെ എം ഡി മൈനസ് എൻ ഡി ഉണ്ട്, രണ്ടൊന്നും ഡി അങ്ങ് പുറത്തെടുത്തോ. അപ്പൊ എന്ത് വരും? m-n വരും. ഈസ് ഈക്വൽ ടു n-m അല്ലേ? അപ്പൊ എന്താ? ഡി ഈസ് ഈക്വൽ ടു n-m ഡിവൈഡ് ബൈ m-n എന്ന് പറഞ്ഞാൽ എന്താ വരിക? -1 വരിക. ഡി കിട്ടി -1. ഡി കിട്ടി -1. ഇനി നമുക്ക് എന്താ വേണ്ടത്? അടുത്ത നമുക്ക് വേണ്ടത് എ ആണ്. കാരണം എന്താ? നമ്മളോട് പീത്ത് ടേം ആ ചോദിച്ചത്. പീത്ത് ടേം എന്ന് പറഞ്ഞാൽ എന്താ? എ പി എന്ന് പറഞ്ഞാൽ എ പ്ലസ് p-1 ഇൻറ്റു ഡി ആണ്. ഇതിൽ ഡി മാത്രമേ കിട്ടിയിട്ടുള്ളൂ, നമുക്ക് എ കിട്ടണം. എ കിട്ടാൻ വേണ്ടി നോക്കി എന്ത് ചെയ്യും? നമ്മളിതാ ഈ ഒരു പുട്ട് ഡി ഇൻ 1 അതിലങ്ങ് ഇട്ട് കൊടുത്തു. ഓക്കെ, നോക്കാം. എ പ്ലസ് m-1 ഇൻറ്റു ഡിക്ക് പകരം ഞാൻ -1 കൊടുത്തു. ഈസിക്കൽ n ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് എന്നുള്ളതിന് നമുക്ക് എന്താക്കാം? മൈനസ് ആക്കാം. m ഇൻറ്റു -1 മൈനസ് എം. പിന്നെ -1 ഇൻറ്റു -1 എത്ര വരും? +1 ഈസ് ഈക്വൽ ടു എന്ത് വരടാ? ഓക്കെ, ഇവിടെ എ അല്ലേ? എ ആണ്. ഇവിടെ എ ആണ്. അപ്പോൾ ഈസ് ഈക്വൽ ടു RHS n ഉണ്ട്. അപ്പോൾ എ ഈസ് ഈക്വൽ എന്ത് കിട്ടും? ഇത് രണ്ടും റൈറ്റിലോട്ട് പോകുമ്പം m + n +1 -1 ആവും. എ ഈസ് ഈക്വൽ ടു m + n -1. എയും കിട്ടി, ഡിയും കിട്ടി. ഇനി നമുക്ക് എ പി കണ്ടുപിടിക്കാൻ സുഖമല്ലേ? എ പി കണ്ടുപിടിക്കാൻ സുഖം. എ എന്ന് പറഞ്ഞാൽ m + n -1 അല്ലേ? ഇൻറ്റു നോക്കുക, ഇൻറ്റു അല്ല പ്ലസ് p-1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ -1 അല്ലെ? അപ്പൊ ഈസ് ഈക്വൽ ടു എന്ത് വരും? m + n -1. നോക്കുക, ഇത് മൈനസ് അകത്തോട്ട് പോകുമ്പോൾ എന്ത് വരും? +1 - p വരും അല്ലേ? ഈ -1ഉം +1ഉം കട്ട് ചെയ്താൽ ബാക്കി എന്താ വരിക? m + n - p. ഈ m + n - p എന്ന് കിട്ടിയാൽ തന്നെ മതി 3 മാർക്ക്. ഈ ഒരു ടൈപ്പ് പ്രോബ്ലം ശ്രദ്ധിക്കുക. ഈ ഒരു ടൈപ്പ് പ്രോബ്ലം വരാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് പ്രോബ്ലം ആണ്. ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് കൺസെപ്റ്റ് അറിയാം എങ്കിൽ സിമ്പിൾ ആയിട്ട് മാർക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. m + n - p is the right answer for this question. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് അരിത്മെറ്റിക് മീൻ എന്ന കൺസെപ്റ്റിലേക്കാണ്. അരിത്മെറ്റിക് മീൻ എന്ന് പറഞ്ഞ ഒന്നുമില്ല. നോക്കുക, എ അതുപോലെ ബി അതിൻ്റെ ഇടയിൽ n നമ്പറുകൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ആ നമ്പറുകൾ എന്ന് പറഞ്ഞാൽ എ പിയിലാവണം. ഓക്കെ, അപ്പൊ ഇത് ടോട്ടലായിട്ട് വരുമ്പോൾ ഇത് എന്താവണം? ഒരു എ പിയിലാണ്. നോക്കുക, ആദ്യം എ എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ n നമ്പർ ഓഫ് ടേംസ് ഇട്ട് കൊടുക്കണം. അപ്പൊ എ എന്നുള്ളതായിരിക്കും ഫസ്റ്റ് ടേം, ബി എന്നുള്ളത് എന്തായിരിക്കും? n+2th ടേം ആയിരിക്കും. കാരണം ഇതിൻ്റെ ഇടയിൽ ഒരു n ടേംസ് ഉള്ളത്. ഇതിന് മുമ്പ് ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 അടക്കം n+2th ടേം ആയിരിക്കും ബി.
n+2th ടേം ആയിരിക്കും ബി. അപ്പോൾ ഇതെന്താണ് ടോട്ടൽ ഒരു എ പി ആയി മാറുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് പ്രോബ്ലം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാവും. ഇതിൽ ഒറ്റ കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണെന്ന് പറയുക, ഇവിടെ നമ്മൾ ബി ഈസ് ഈക്വൽ എന്താ ഫസ്റ്റ് ടേം പ്ലസ് n എന്ന് പറഞ്ഞാൽ ഇത് n+2th ടേം. അപ്പം എന്നിന് പകരം നമ്മൾ n+2 - 1 ഇൻറ്റു ഡി എന്ന് കൊടുക്കുന്നു. സോറി, n ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? a + n+1 ഇൻറ്റു ഡി, a + n+1 ഇൻറ്റു ഡി. അപ്പൊ നമുക്കിതാ ഡി എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാന്ന് അറിയോ? ഡി എന്ന ഈ ബി സ്മോൾ ബി ആണ്, ബി എന്നുള്ളത് സ്മോൾ ബി ആണ്. അപ്പൊ നമ്മൾ ഇതിന് എന്ത് എഴുതും? ബി മൈനസ് എ ഈസ് ഈക്വൽ ടു n+1 ഇൻറ്റു ഡി, n+1 ഇൻറ്റു ഡി. അപ്പൊ ഡി ഈസ് ഈക്വൽ എന്തായി മാറും? ബി മൈനസ് എ ഡിവൈഡ് ബൈ n+1. അപ്പൊ നമ്മൾ ഇതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് അറിയാതാ, ഇതെല്ലാം കൂടി വരുമ്പോൾ ഒരു എ പി ആവും എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പ്രോബ്ലം ചെയ്തെങ്കിൽ കുറച്ചുകൂടി മനസ്സിലാവും. നോക്കാം, 5 ടേമുകൾ 8ന്റെയും 26ന്റെയും ഇടയിൽ ഇൻസേർട്ട് ചെയ്യണം. 8, ഇനി അടുത്ത 5 ടേം അല്ലേ. ആദ്യം എന്താ? A1, A2, A3, A4, A5. ഈ 5 ടേമുകൾ നമ്മൾ ഈ 8ന്റെയും 26ന്റെയും ഇടയിൽ ഇട്ട് കൊടുക്കണം. 8ന്റെയും 26ന്റെയും ഇടയിൽ ഇട്ട് കൊടുക്കണം. ഇതെന്താ? ഇതെല്ലാം കൂടി വരുമ്പോൾ എന്താ? ഇതൊരു എ പി ആയി മാറണം കേട്ടോ. ഇതെല്ലാം കൂടി വരുമ്പോൾ ഒരു എ പി ആയി മാറണം. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. ഇതിന്റെ ഈ ഒരു എ പിയുടെ ഡി കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുക. ഡി ഈസ് ഈക്വൽ ടു ബി മൈനസ് എ ഡിവൈഡ് ബൈ n+1. ബി മൈനസ് എ ഡിവൈഡ് ബൈ n+1. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് അറിയാം? 26 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 8 ആണ്, പ്ലസ് എന്താണ് n-1. ഇതാ ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം, ഇത് ഫോർത്ത് ടേം, ഇത് ഫിഫ്ത്ത് ടേം, ഇത് സിക്സ് ടേം, ഇത് സെവൻത്ത് ടേം. അപ്പൊ എന്താ പറയുക? 7 - 1 ഇൻറ്റു ഡി. അപ്പൊ എന്താ? ഇത് ഡി കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. എന്താ വരിക? ഡി കണ്ടുപിടിക്കാൻ എന്താ സുഖം? 26 - 8 ഡിവൈഡ് ബൈ 6 അല്ലേ. അപ്പൊ എന്താ? 18/6. ഇതായിരിക്കും ഡി, മീൻസ് 3 ആയിരിക്കും ഡി. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ കാണാപ്പാടം പഠിക്കാനുള്ള ഒരു സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. എന്താണ്? ലാസ്റ്റ് ടേം ആണ് 26. 26 - 8 ഡിവൈഡഡ് ബൈ n. ഇതിൻ്റെ അകത്ത് n ടേംസ് ആയിട്ട് കൊടുത്തത്. n എത്ര? 5 ആണ്. 5 + 1 ഈസ് ഈക്വൽ എന്താ? 18/6 ഈസ് ഈക്വൽ 3. 18/6 ഈക്വൽ 3. ഇതാണ് എന്ത്? കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് കിട്ടിയാൽ പിന്നെ സുഖമല്ലേ? എന്താ? 8, അതെന്താ? 8 + 3 ആണ് അടുത്ത വരിക. എന്താ? 11. അടുത്തെന്താ? +3 എത്ര? 14. +3 എത്രയാ? 17. +3 20. +3 23. +3 26. ഇതാണ് പുതിയതായി വന്ന 5 അരിത്മെറ്റിക് മീനുകൾ. ഓക്കെ, ഇതിനാണ് അരിത്മെറ്റിക് മീൻസ് എന്ന് പറയാം. അരിത്മെറ്റിക് മീൻസ് ബിറ്റ്വീൻ 8 and 26 എന്ന് പറയാം. ഓക്കെ, ഇതാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, അടുത്ത നമ്മൾ പുതിയ കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. എന്താണ് അടുത്ത കൺസെപ്റ്റ്? ജിയോമെട്രിക് പ്രോഗ്രഷൻ അഥവാ GP. ജിയോമെട്രിക് പ്രോഗ്രഷൻ അഥവാ GP. ഇതിൽ നോക്കുക, 2 പ്രധാനപ്പെട്ട ഇക്വേഷനുകളാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണ്? n-ാമത്തെ ജിയോമെട്രിക് പ്രോഗ്രഷനിലെ n-ാമത്തെ ടേം. n-ാമത്തെ ടേം എന്ന് പറയുന്നത് an എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം a ഇൻറ്റു r⁻n-1. r എന്ന് പറഞ്ഞാൽ എന്താ പറയുക? നമ്മൾ നേരത്തെ കോമൺ ഡിഫറൻസ് പറഞ്ഞെങ്കിൽ ഇവിടെ കോമൺ റേഷ്യോ. ഓക്കെ, കോമൺ റേഷ്യോ വന്നു. അപ്പൊ ഇതില് സം ഓഫ് n ടേംസ് ഉണ്ട്. അത് നോക്ക്, r ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ a ഇൻറ്റു r⁻n-1 ഡിവൈഡ് ബൈ r-1. ഇവിടെയോ a ഇൻറ്റു 1 - r⁻n ഡിവൈഡ് ബൈ 1 - r. ഇത് എപ്പോഴാണെന്ന് അറിയോ? r ഈസ് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ 1 ആകുമ്പോൾ. ഈ 2 ഇക്വേഷനാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഓക്കെ, ഇത് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകൾ ഉണ്ട്. നമുക്ക് what values of x, the numbers 4/3, x 3/4 are in geometric progression എന്നാണ്. ഓക്കെ, അപ്പൊ ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? AR സ്ക്വയർ AR³ എന്ന് പറഞ്ഞ ഒരു കോമൺ റേഷ്യോ ഓരോന്നിൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയാം. അപ്പൊ എന്താ? 4/3 ഇൻറ്റു ഒരു 6 മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് x കിട്ടിയത് അല്ലെ. അതുപോലെ ഈ ഒരു എക്സിൽ നിന്ന് ഒരു 6 മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് എന്ത് കിട്ടിയത്? 3/4 കിട്ടിയത്. ഓക്കെ, അപ്പൊ ഇത് കിട്ടി. അപ്പൊ നമുക്കിതാ ഇതിൽ നിന്ന് r ഈസ് ഈക്വൽ ടു x ഇൻറ്റു
3/4 എക്സ് ഇൻറ്റു 3/4 എന്ന് ഇവിടെ എഴുതാം അല്ലേ. ഇതിനങ്ങോട്ട് കൊണ്ടുപോയി എക്സിന് 3/4 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഇതിനെ ഇതിലേകം കൊടുത്തോ. അപ്പൊ എന്ത് വരും? എക്സ് ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു 3/4 ഈസ് ഈക്വൽ ടു 3/4. 3/4 ആണോ? ഓക്കെ, ഈസ് ഈക്വൽ ടു 3/4 തന്നെ. ഈ 3/4 നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ എന്താ? എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 വരും. അപ്പൊ എന്താ? എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. ഈ എക്സ് എന്നുള്ളത് എന്താവാം എന്നറിയോ? എക്സ് ഈസ് ഈക്വൽ ടു 1 ഓർ -1. ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ -1 എന്നുള്ളതായിരിക്കും എക്സിന്റെ വാല്യൂ വരിക. ഓക്കെ, അപ്പൊ അത് ആകെ കൺസെപ്റ്റ് അറിയുന്നത് എ ഇൻറ്റു ആർ എന്നുള്ളതാണ് എന്ത് രണ്ടാമത്തെ ടേം. എന്തൊരു ജിയോമെട്രിക് പ്രോഗ്രഷന്റെ ഓരോ ടേമിൽ നിന്ന് ഒരു 6 അല്ലെങ്കിൽ കോമൺ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്താലാണ് നെക്സ്റ്റ് ടേം വരിക എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫൈൻഡ് nth ടേം ഓഫ് ദി ജിയോമെട്രിക് പ്രോഗ്രഷൻ. നമുക്കറിയാം എ എൻ എന്ന് പറയുന്നത് എന്താ? എ ആർ റേസ് ടു n-1 ആണ് അല്ലേ. ഇവിടെ ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാലോ എ എന്താ? എ എന്ന് പറഞ്ഞാൽ √3 ആണ്. √3 ആണ്. അപ്പം 6 നമുക്കറിയാം എന്താ? 6 എന്ന് പറഞ്ഞാൽ 3/√3 വരിക. സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ നോക്ക്, സെക്കൻഡ് ടേം A2 ഡിവൈഡ് ബൈ A1 ആണ് എന്താ? കോമൺ റേഷ്യോ വരിക. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ എന്താ? 3 ആണ് ഡിവൈഡ് ബൈ √3. ഈ സീകൾ എന്താ? 3/√3 ആണ് √3 വരിക. 3/√3 ആണ് √3 തന്നെ വരിക. അപ്പൊ an ഈസികൾ എ ആർ റേസ് ടു n-1 ആണ്. എ എന്ന് പറഞ്ഞാൽ √3 ആണ് ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ അതും √3 ആണ് റേസ് ടു n-1. ഓക്കെ, അപ്പൊ നോക്കടാ, ഈസികൾ ടു √3 ഇൻറ്റു നോക്ക n-1. ഇതിന്റെ ഒരു പ്ലസ് ഒരു 1 കൂടി ആഡ് ചെയ്തു. ഈസികൾ എന്താ? √3 റേസ് ടു n അല്ലെങ്കിൽ 3 റേസ് ടു n/2. ഇതായിരിക്കും ഇതിന്റെ ആൻസർ. ഇത് എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ 2 മാർക്കാ. എന്നാമത്തെ ടേം ആ പറഞ്ഞത്, എന്നിന് ഒരു വാല്യൂ പറഞ്ഞിട്ട് 5th ടേമോ 20th ടേമോ 100th ടേമോ പറയുന്നെങ്കിൽ 3 റേസ് ടു n വാല്യൂ 2 എടുത്താൽ മതിയായിരുന്നു. ഓക്കെ, അപ്പം ഇതാണ് ഇതിന്റെ ആൻസർ വരിക, 3 റേസ് ടു n/2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. ഇഫ് ദ കോമൺ റേഷ്യോ ഓഫ് ജിയോമെട്രിക് പ്രോഗ്രഷൻ ഈസ് 1, കോമൺ റേഷ്യോ ഓഫ് ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ r ഈക്വൽ ടു 1 അല്ല -1 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ബി ദ സം ഓഫ് ഇറ്റ്സ് ഫസ്റ്റ് ടേം? ഓക്കെ, അപ്പൊ SN എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താ വരിക? A ഇൻറ്റു ആർ റേസ് ടു n-1 ഡിവൈഡ് ബൈ r-1. നമ്മളോട് 20 ടേമുകൾ തവണ കേട്ടോ, 20 ടേമുകൾ തവണ. അപ്പം n ഈസികൾ 20, r ഈസികൾ എത്ര? -1 ആണ്. അപ്പം ഈസികൾ A ഇൻറ്റു ആർ എന്നുള്ളത് -1 റേസ് ടു 20 -1 ഡിവൈഡ് ബൈ r-1. r എന്താ? r-1 അല്ലേ? -1. അവിടെ ഈ -1 റേസ് ടു 20 എന്ന് പറഞ്ഞാൽ എന്താ? ഈവൻ നമ്പർ ഇവിടെ ആയതുകൊണ്ട് ഇത് 1 ആണ്. ഈസിക്കൽ ടു A ഇൻറ്റു 1 - 1 ഡിവൈഡ് ബൈ -2. അപ്പോൾ 1 - 1 എന്ന് പറഞ്ഞാൽ 0 വരും. 0. മൂന്നാമത്തെ ഓപ്ഷൻ ആണ്. ഇതിനും 1 മാർക്ക് കിട്ടുമായിരുന്നു. സിമ്പിൾ ആയിട്ട് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 1 മാർക്ക് കിട്ടുമായിരുന്നു. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ. ഹൗ മെനി ടേംസ് ഓഫ് GP ആർ നീഡഡ് ടു ഗിവ് ദ സം 3069 ഡിവൈഡ് ബൈ എന്താ 512 എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതിനു വേണ്ടി നമ്മൾ ആദ്യം എടുക്കുന്ന ഏതാടാ? ഇതിൽ SN ഈക്വൽ ടു എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താ? SN ഈസ് ഈക്വൽ ടു A ഇൻറ്റു ആർ റേസ് ടു n-1 ഡിവൈഡ് ബൈ r-1 അല്ലേ. അപ്പൊ നോക്കി ഇവിടെ A ഇൻറ്റു ആർ റേസ് ടു n-1 ഡിവൈഡ് ബൈ r-1 ഈസ് ഈക്വൽ ടു എത്ര പറഞ്ഞത്? 3069 ഡിവൈഡ് ബൈ 512. 3069 ഡിവൈഡ് ബൈ 512. ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഫസ്റ്റ് ടേം ഇവിടെ തന്നിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ടേം ഏതാ? A ഈക്വൽ ടു 3 അല്ലേ. ഇനി എന്താ? 6 കിട്ടണം അല്ലെ. 6 കിട്ടണം എന്താണ്? A2 ഡിവൈഡ് ബൈ A1. A2 എന്ന് പറഞ്ഞാൽ എന്താണ്? 3/2 ഡിവൈഡ് ബൈ A1 എന്ന് പറഞ്ഞാൽ 3. ഇത് രണ്ടും കട്ട് ചെയ്ത് എന്താ വരിക? 1/2. അപ്പൊ r ഈസ് ഈക്വൽ ടു 1/2, A ഈക്വൽ ടു 3. ഇത് രണ്ടും കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ A ഈസ് ഈക്വൽ ടു 3, r ഈസ് ഈക്വൽ ടു 1/2. ഓക്കെ, അപ്പൊ നോക്കുക, ഇതില് 3 ഇൻറ്റു ആർ റേസ് ടു n എന്നുള്ളത് 1/2 റേസ് ടു n-1 ഡിവൈഡഡ് ബൈ r-1. 1/2 -1 ഈസ് ഈക്വൽ ടു 3069 ഡിവൈഡ് ബൈ 512. ഓക്കെ, 3 പുറത്താണ്, അത് മറക്കരുത്. ഇനി ഇതില് 3 ഇൻറ്റു 1/2 റേസ് ടു n-1 ഡിവൈഡഡ് ബൈ
-1/2 ഉണ്ട് ഈസ് ഈക്വൽ ടു 3069 ഡിവൈഡ് ബൈ 512 ഉണ്ട് അല്ലേ. അപ്പൊ ഇതിൽ നോക്കുക 3 ഉണ്ട് ഇവിടെ 3069 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ എത്ര വരും അറിയാം 1023 വരും. ഓക്കെ, അപ്പൊ എന്താ വരും ഇത് രണ്ടും കട്ട് ചെയ്തിട്ട് ഇവിടെ 1023 എഴുതി. ഓക്കെ, അപ്പൊ നോക്കുക ഇതില് ഈ 2 എന്നുള്ളത് നമുക്ക് മുകളോട്ട് ഉണ്ടോ അല്ലേ, കാരണം -1/2 ആണ്. അപ്പൊ മൈനസ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, ഇതിനെ നേരെ ഇങ്ങോട്ട് മാറ്റി. ഓക്കെ എടാ, ഇതില് നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാണ്. എന്താണെന്ന് അറിയാം, ഇതിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് എഴുതേണ്ടത്. എന്താ a × 1 - r raised to n ഡിവൈഡ് ബൈ 1 - r ആണ്. കാരണം എന്താ 6 എന്നുള്ളത് 1/2 ആണ്. 6 എന്നുള്ളത് 1/2 ആണ്, ലെസ് ദാൻ 1 ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇത് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് നേരെ എങ്ങനെ എഴുതാം, 1 - 1/2 raised to n ഡിവൈഡ് ബൈ 1 - 1/2 എന്ന് എഴുതാം. ഓക്കെ, ഈ 1 - 1/2 എന്നുള്ളത് എന്താണ്, 1/2 തന്നെ അല്ലേ. 1 - 1/2 raised to n എന്താ ഈ ഒരു 1 - 1/2 എന്ന് പറഞ്ഞാൽ 1/2 ആണ് അല്ലേ, 1/2 ആണ്. ഇതിനെ മുകളിൽ കൊണ്ടുവന്ന് 2. ഇത് 512 ആടാ, 512 ആണ്. ഓക്കെ, അപ്പൊ നോക്ക ഇതിനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നു ഞാൻ 1023 ഡിവൈഡ് ബൈ 512. ഇതിനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നു. ഇപ്പൊ ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്ന എന്ത് വരും, 1 - 1/2 raised to n എന്ന് പറഞ്ഞാൽ 1024 ഡിവൈഡ് ബൈ 2 × 512 അല്ലേ. അടുത്ത പേജിലേക്ക് 1 - 1/2 raised to n ഈസ് ഈക്വൽ ടു 1024 അല്ലേ, 1023 അവിടെ. ഓക്കെ, 1023 ഡിവൈഡഡ് ബൈ 1024. ഇനി ഇതിനെ റൈറ്റിലോട്ടും ഇതിനെ ലെഫ്റ്റിലോട്ടും കൊണ്ടുവന്നോ. അപ്പൊ എന്ത് വരും, 1 - 1023 ഡിവൈഡ് ബൈ 1024 ഈസ് ഈക്വൽ ടു 1/2 raised to n. ഇത് എന്താടാ വരിക, 1024 - 1023 ബൈ 1024 മീൻസ് 1/1024 ഈസ് ഈക്വൽ ടു 1/2 raised to n അല്ലേ. അവിടെ 1024 നമുക്ക് 1/2 raised to 10 എന്നതാ. അപ്പൊ n ഈസ് ഈക്വൽ, ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എന്താ വരിക, n ഈസ് ഈക്വൽ ടു 10. n ഈസ് ഈക്വൽ ടു 10 മീൻസ് 10 ടേമുകൾ ആഡ് ചെയ്താലാണ് 3069 ബൈ 512 കിട്ടുക. ഓക്കെ, അപ്പൊ എന്താ n ഈസ് ഈക്വൽ ടു 10 ആയിരുന്നു. n ഈക്വൽ ടു 10 ആയിരിക്കും ഇതിന്റെ ആൻസർ വരിക. ഓക്കെ, അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ഇക്വേഷൻ എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് 1 - r raised to n ഡിവൈഡ് ബൈ 1 - r ആയിരുന്നു കൊടുക്കേണ്ടത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ, സം ഓഫ് ഫസ്റ്റ് 3 ടേം ഓഫ് എ GP എന്ന് പറഞ്ഞാൽ 13/12 ആണ്. അതുപോലെ അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ -1 ആണ്. ഈ ഒരു ടൈപ്പ് പ്രോബ്ലം വന്നാൽ നിങ്ങൾ ഉറപ്പിച്ച് വെച്ച് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുതരാം. നോക്ക്, ഇത് ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ നോക്ക് 3 ടേം ആണെന്നുള്ളത് കൊണ്ട് a/r a/r. ഇതിപ്പോ AP ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ a+d അങ്ങനെയൊക്കെ എഴുതാം, അല്ലെങ്കിൽ a - d a+d എന്നൊക്കെ എഴുതാം അല്ലെ, ഇങ്ങനെ നമുക്ക് എഴുതാം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുന്നത് ജിയോമെട്രി പ്രോഗ്രഷനിലാണ്. ഇത് 3 ആണ് എന്താ, ഇത് 3 ആണ് ടേംസ്, 3 ടേംസ്, ഫസ്റ്റ് 3 ടേംസ് ഇത് 3 ആണെന്ന് വെച്ചോ. ഓക്കെ, അപ്പൊ എന്താ a/r പ്ലസ് a പ്ലസ് AR എന്ന് പറയും. ഇത് 3 ആഡ് ചെയ്ത എത്ര, 13/12 എന്നാ പറഞ്ഞത്. അതിന്റെ പ്രൊഡക്റ്റ് a/r ഇൻറ്റു a ഇൻറ്റു AR ഈസ് ഈക്വൽ ടു -1 ആണെന്ന് പറയുക. ഇത് രണ്ടും കട്ട് ചെയ്തു. അപ്പൊ എന്താ, a³ ഈസ് ഈക്വൽ ടു -1 ആണ്. മീൻസ് a³ ഈക്വൽ ടു -1 ആണെങ്കിൽ a ഈസ് ഈക്വൽ ടു -1 ആണ്. a ഈസ് ഈക്വൽ ടു -1 ആണ്. ഓക്കെ, ഇനി നോക്കിയതാ ഇതിന്റെ അകത്ത് ഇതിനെ നമ്മൾ മൊത്തത്തിൽ 6 കൊണ്ട് 6 അല്ല 6 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാണ്. അപ്പൊ എന്ത് വരും, മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ മുകളിലോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ ഉള്ളൂ. a പ്ലസ് AR പ്ലസ് AR സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്താ വരും ഇവിടെ, ഡിവൈഡഡ് ബൈ r ഈസ് ഈക്വൽ ടു 13/12. ഓക്കെ, ഇവിടെ ഞാൻ a പുറത്തെടുത്തിട്ട് 1 പ്ലസ് r സ്ക്വയർ ഈസ് ഈക്വൽ ടു 13/12 r എന്ന് എഴുതി. ഓക്കെ, അപ്പൊ ഇവിടെ a എന്ന് പറഞ്ഞ എത്ര, -1 ആണ്. അപ്പൊ a എന്ന് പറഞ്ഞാൽ -1 ആണ്. ഈ -1 ഞാൻ ഇപ്പുറത്തെ റൈറ്റിലാട്ടോ കൊടുക്കുന്നത്. അപ്പൊ 1 പ്ലസ് r സ്ക്വയർ ഈസ് ഈക്വൽ ടു -13/12 r.
ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇതിൽ നിന്ന് ആർ സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി, പിന്നെ പ്ലസ് ആർ ഇൻറ്റു 1 മൈനസ് എന്താ വരിക, അല്ല മൈനസ് അല്ല, ഇത് ലെഫ്റ്റിലോട്ട് വരുമ്പോൾ പ്ലസ് ആയി മാറൂലേ. ഓക്കെ, ഞാൻ ഇങ്ങനെ തന്നെ എഴുതി, ആർ ഇൻറ്റു 1 പ്ലസ് 13/12 എന്ന് വന്നു. 1 പ്ലസ് 13/12 വന്നു. ഇതിനെ ലെഫ്റ്റിലോട്ട് ഉണ്ടോന്നതാ. ഓക്കെ, രണ്ടിലും ആറ്, ഇവിടെ ആറുണ്ട്, ഇവിടെ ആറുണ്ട്, പ്ലസ് ഒരു ആർ സ്ക്വയർ ഇല്ലേ. ഇതിനെ നമുക്ക് എന്ത് എഴുതാൻ അറിയാം, 1 പ്ലസ് 13/12 നമുക്ക് 25/12 എഴുതാം. 25/12 എഴുതാം. അപ്പൊ ആർ സ്ക്വയർ പ്ലസ് 25/12 ആർ പ്ലസ്, ഇവിടെ ആർ സ്ക്വയർ അല്ലടാ, ഇവിടെ എന്തായിരുന്നു, ഇവിടെ 1 ആയിരുന്നു ഇതുണ്ട് അല്ലേ, ഇവിടെ 1 ആയിരുന്നു ഇതുണ്ടത്, ഈക്വൽ ടു 0 ആയിരുന്നു. അപ്പൊ പ്ലസ് 1 ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ 12 എന്നുള്ളതിനെ മൊത്തത്തിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ. 12 എന്നുള്ളതിന് മൊത്തത്തിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. എന്ത് വരും അപ്പം, 12 ആർ സ്ക്വയർ പ്ലസ് 25 ആർ പ്ലസ് 12 ഈക്വൽ ടു 0 എന്ന് വരും അല്ലെ. ഇതിനെ നമുക്ക് എന്താ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാം, 6 കിട്ടും. അപ്പൊ ആർ ഈക്വൽ ടു എന്ത് വരാം, ആർ ഈക്വൽ ടു നോക്ക്, ആർ ഈക്വൽ ടു -25 മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 സ്ക്വയർ 625 മൈനസ് 4ac 4 into 12 144 4 into ac 4 into സ്ക്വയർ മൈനസ് ഇവിടെ എന്താ പറ്റിയേ, ചെറിയ ബ്രേക്ക് ശേഷം തിരിച്ചു വരാം. ഓക്കെ, അപ്പൊ എന്തായിരുന്നു അറിയോ, ഒന്നുമില്ല, അവിടെ 4 ഉണ്ട്, എ എന്ന് പറഞ്ഞാൽ 12 ഉണ്ട്, സി എന്ന് പറഞ്ഞാൽ 12 ഉണ്ട്, ഒന്നുമില്ലായിരുന്നല്ലേ, വെറുതെ കൺഫ്യൂഷൻ അടിച്ച്. അപ്പൊ 144 into 4 144 into 4 എന്ന് പറഞ്ഞാൽ 288 into 2. അപ്പൊ എന്താ വരുന്നത്, 576 മൈനസ് 576 ഡിവൈഡ് ബൈ 2a എന്ന് പറഞ്ഞാൽ 2 into 24 2 into 24 അല്ല 2 into 12 2 into 12 വരും. ഓക്കെ, അപ്പൊ ഇനി നോക്ക്, ഇതിനെ -25 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഇത് എന്താ വരിക, 49 വരും ഡിവൈഡ് ബൈ 24 അല്ലെ. അപ്പൊ ഈസ് ഈക്വൽ ടു -25 പ്ലസ് ഓർ മൈനസ് റൂട്ട് 49 എന്ന് പറഞ്ഞാൽ 7 ആണ് ഡിവൈഡ് ബൈ 24. അപ്പൊ ഇത് എന്ത് വരും, -25 മൈനസ് 7/24 പിന്നെ -25 പ്ലസ് 7/24. ഇതെന്ത് വരും, -32/24. ഇവിടെയോ -18/24. ഇതിനെ എങ്ങനെയൊക്കെ എഴുതാടാ, -4/3 എന്ന് എഴുതാം ഓർ -3/4. ഓക്കെ, അപ്പൊ ഇതാണ് 6 കേട്ടോ. 6 രണ്ടെണ്ണം ഉണ്ടാവും. അപ്പൊ നമുക്ക് നമുക്ക് രണ്ട് ടേമുകൾ കണ്ടുപിടിക്കാം അല്ലെ. കോമൺ റേഷ്യോ എന്നുള്ളത് 2 വരാം. 6 എന്നുള്ളത് -4/3 -3/4 വരാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായിരുന്നു പറയുന്നത്, a/r AR എന്നുള്ളവയാണ് ടേംസ്. ഇഫ് എ നമുക്ക് കണ്ടുപിടിച്ചല്ലോ, എ എന്തായിരുന്നു, എ എന്നുള്ള -1 ആണ്, എ എന്ന് പറയുന്നത് -1 ആണ്. ഓക്കെ, ഫോർ r ഈസ് ഈക്വൽ ടു -4/3 r ഈക്വൽ ടു -4/3 ഉള്ളതിന് എന്തായിരുന്നു, എ എന്നുള്ള -1 ഡിവൈഡ് ബൈ r എന്നുള്ളതോ -4/3. പിന്നെ ഇവിടെ -1, ഇവിടെ എ എന്നുള്ളത് -1 ഇൻറ്റു -4/3. ഓക്കെ, അപ്പൊ എന്താ വരിക, ഇതെന്തായി, മൈനസും കട്ടായി, 3/4 -1 4/3. ഇതാണ് എന്താ ഒരു ജി പി. രണ്ടാമത്തെ ജി പി ഫോർ r ഈസ് ഈക്വൽ ടു -3/4. അപ്പോഴോ എന്ത് വരികയായിരുന്നു, എ എന്നുള്ള -1 ആണ് ഇവിടെയും, -1 ഡിവൈഡഡ് ബൈ -3/4 കോമ ഇവിടെ a -1 തന്നെ കോമ പിന്നെ എന്ത് വരും, -1 ഇൻറ്റു r എന്താ -3/4. ഇത് കട്ട് ചെയ്താൽ ഇവിടെയും കട്ട് ചെയ്താൽ എന്ത് വരുമായിരുന്നു, ഇത് 4/3 ആവും. 4/3 കോമ -1 കോമ 3/4. ഓക്കെ, അപ്പൊ ഈ രണ്ട് ടേമുകളാണ് രണ്ടെണ്ണത്തിനുള്ളത്. ഇത് ചെയ്തിരുന്നെങ്കിൽ 3 മാർക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുമായിരുന്നു. ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടേംസ് എടുക്കുന്ന ഏതാണ് എന്നുള്ളത് മാത്രമാണ് നോക്കേണ്ടത്. ഓക്കെ,
അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ, സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ GP എത്രയാണ്? 16 ആണ്. സം ഓഫ് നെക്സ്റ്റ് 3 ടേംസ് എത്രയാണ്? 128 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കേസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? നോക്കാം, എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ എന്ന് പറഞ്ഞ 16 ആണ്. പിന്നെ നോക്ക, എ ആർ ക്യൂബ് പ്ലസ് നെക്സ്റ്റ് 3 ടേംസ് അല്ലേ, അപ്പം എ ആർ ക്യൂബ് പ്ലസ് എ ആർ റേസ് ടു 4 പ്ലസ് എ ആർ റേസ് ടു 5 എന്ന് പറഞ്ഞാൽ എത്ര വരണം? 128 വരണം. ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ എ പുറത്തെടുത്തിട്ട് 1 പ്ലസ് ആർ സ്ക്വയർ ഈസിക്കൽ 16. ഇവിടെ ഞാൻ ഇതിൽ നിന്ന് എ ആർ ക്യൂബ് അങ്ങ് പുറത്തെടുത്തു. എ ആർ ക്യൂബ് പുറത്തെടുത്തിട്ട് 1 പ്ലസ് ഇവിടെ ബാക്കി എന്തുണ്ടാവും? 6 ഉണ്ടാവും, പ്ലസ് ഇവിടെ ബാക്കി എന്തുണ്ടാവും? ആർ സ്ക്വയർ ഉണ്ടാവും, ഈസിക്കൽ 128. ഓക്കെ, ഇത് 1 ആണ്, ഇത് 2 ആണെന്ന് വെച്ചോ. ഇനി 2 ഡിവൈഡഡ് ബൈ 1 കൊടുക്കുന്നു. 2 ഡിവൈഡഡ് ബൈ 1 കൊടുക്കുന്നു. 2 ഡിവൈഡ് ബൈ 1 കൊടുത്താൽ എന്ത് വരും? എന്തുവരുടാ? എ ആർ ക്യൂബ് ഇൻറ്റു 1 പ്ലസ് ആർ സ്ക്വയർ അല്ലേ, ഡിവൈഡഡ് ബൈ എ ഇൻറ്റു എന്താ വരും? എ ഇൻറ്റു 1 പ്ലസ് ആർ സ്ക്വയർ വരും. ഇതിൽ നോക്കി, എയും കട്ടായി, ഇത് രണ്ടും കട്ടായി, ഈസിക്കൽ 128 ഡിവൈഡ് ബൈ 16 വരും. 128 ബൈ 16 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 128 ബൈ 16 എന്ന് പറഞ്ഞാൽ 8 വരിക. അപ്പൊ എന്താ? ആർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പൊ ആർ ഈസിക്കൽ എത്ര ആയിരിക്കും? 2 ആയിരിക്കും. ആർ ഈസ് ഈക്വൽ ടു 2 എന്നുള്ളതായിരിക്കും ഇതിന്റെ കോമൺ റേഷ്യോ. ഡിറ്റർമിൻ ദ ഫസ്റ്റ് ടേം, പിന്നെ കോമൺ റേഷ്യോ ആൻഡ് സം ടു n ടേംസ് എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, ഇതില് പുട്ട് ആർ ഇൻ 1. ഓക്കെ, ഇതിൽ നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പൊ എ ഈസ് ഈക്വൽ എന്ത് കിട്ടും? 16 ഡിവൈഡ് ബൈ 1 പ്ലസ് ആർ സ്ക്വയർ അല്ലേ. അപ്പൊ എന്ത് വരും? 16 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 സ്ക്വയർ എന്ന് വരും. ഈസ് ഈക്വൽ എത്ര? 16 ഡിവൈഡ് ബൈ 7. 16 ഡിവൈഡ് ബൈ 7 ആണെന്ന് എ. ഓക്കെ, അപ്പൊ എ കിട്ടി, ആറ് കിട്ടി, എയും കിട്ടി, ആറും കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് വേണ്ടത് എസ് എൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ പറഞ്ഞത്. എസ് എൻ ഈസ് ഈക്വൽ ടു എന്താ? എ ഇൻറ്റു ആറ് ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് ആർ റേസ് ടു n മൈനസ് 1 ഡിവൈഡ് ബൈ ആർ മൈനസ് 1. എ എന്ന് പറഞ്ഞാൽ എത്രയാ? എ എന്ന് പറഞ്ഞാൽ 16 ബൈ 7 ഇൻറ്റു നോക്കാം, ആർ എന്ന് പറഞ്ഞാൽ 2 അല്ലേ, 2 റേസ് ടു നമ്മളോട് എന്താ n ടേംസിന്റെ അല്ലേ ചോദിച്ചത്? n ടേംസ് അല്ല, അപ്പൊ 2 റേസ് ടു n മൈനസ് 1 വരും. 2 റേസ് ടു n മൈനസ് 1 ഡിവൈഡ് ബൈ 2 മൈനസ് 1 അല്ലേ. അപ്പൊ ഈ ഈക്വൽ നമുക്ക് എന്ത് എഴുതാം? 16 ബൈ 7 ഇൻറ്റു 2 റേസ് ടു n മൈനസ് 1. ഇതായിരിക്കും ഇതിന്റെ ആൻസർ. ഇതായിരിക്കും ഇതിന്റെ ആൻസർ ഉണ്ടാവുക. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ആകെ നോക്കുക, എ ആർ പ്ലസ് എ ആർ സ്ക്വയർ എന്നാണ് ഇവിടെ കൊടുത്തത്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത്? അടുത്ത 3 ടേംസ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അല്ലേ. അപ്പൊ ഇതിന്റെ ഒക്കെ സമ്മാണ് എന്ന് പറയാന്നുണ്ടെങ്കിൽ 3 കൺസിക്യൂട്ടീവ് ടേംസ് ഉണ്ട്. അത് 3 ജിയോമെട്രിക് പ്രോഗ്രഷനിലെ 3 കൺസിക്യൂട്ടീവ് ടേംസിന്റെ സം ഉണ്ട് എന്ന് പറയാൻ നമ്മൾ എന്താ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യല്ലേ, എ ബൈ ആർ എ ആർ എന്നുള്ള രീതിയിലാണ് പറയാ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് എൻഡ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പേ നമ്മൾ ജിയോമെട്രിക് മീൻ, നമ്മൾ നേരത്തെ അരിത്മെറ്റിക് മീനിന്റെ പറഞ്ഞതുപോലെ തന്നെ ജിയോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ എ അതുപോലെ ബി 2 ടേമുകൾ ഉണ്ട്. അതിന്റെ ഇടയിൽ ജിയോമെട്രിക് പ്രോഗ്രഷനിലുള്ള n ടേംസ് ഇട്ട് കൊടുക്കാന്ന് വെച്ചോ. ഓക്കെ, ആ n ടേംസ് ഇട്ട് കൊടുക്കുക എന്തായിരിക്കും? ഈ 2 ടേമുകളുടെയും ജിയോമെട്രിക് മീനുകളായിരിക്കും. ഈ 2 ടേമുകളുടെയും ജിയോമെട്രിക് മീനുകളായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ എ G1 G2 ഇങ്ങനെ പോയിട്ട് GN പിന്നെ ബി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ ഇതിൽ ടോട്ടൽ n ടേംസ് ഉണ്ടാവും. ഇതാണ് ഫസ്റ്റ് ടേം. ഇതപ്പോൾ എന്താ വരിക? ഇവിടെ n ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, പിന്നെ ഇനി ഒന്നുകൂടി വരുമ്പോൾ n+2 ടേം ആ വരിക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പറയും? ബി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എന്താ നമുക്കറിയാലോ, എ എൻ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ആർ റേസ് ടു n മൈനസ് 1 ആണ് അല്ലേ, nth ടേം. അതെന്താ ഇവിടെ എന്താ nth ടേം? ഇവിടെ n+2 ടേം ആണ്. അപ്പം എ ഇൻറ്റു ആർ റേസ് ടു n+2 മൈനസ് 1 അല്ലേ. ബേസിക്കൽ എന്ത് വരും? എ ആർ റേസ് ടു n+1. ഓക്കെ, അപ്പൊ എന്താ വരിക? നമുക്ക് എന്താ നമുക്ക് കിട്ടേണ്ടത്? 6 നമുക്ക് കിട്ടേണ്ടത്. 6 കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം നമുക്ക് ബി ബൈ എ ഈസ് ഈക്വൽ ടു ആർ റേസ് ടു n+1 വരും. അപ്പൊ എന്താ? ആർ ഈസ് ഈക്വൽ ടു ബി ബൈ എ റേസ് ടു 1 ബൈ n+1 ആണ്.
ഓക്കെ, ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആകെ ഇത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നോക്കുക, ഇതിൽ ഇൻസേർട്ട് 4 നമ്പേഴ്സ് ബിറ്റ്വീൻ, ഇപ്പൊ എന്താ n ഈസികൾ എത്രയാണ്? 4 ആണ്. ഓക്കെ, ഇതാണ് എന്ത് ഫസ്റ്റ് ടേം. ഇത് എത്രയാ? 4. ഇത് ഫസ്റ്റ് ടേം, ഇത് 6th ടേം ആണ്. സോ ദാറ്റ് റിസൾട്ടിംഗ് സീക്വൻസ് ഇസ് എ ജിയോമെട്രിക് പ്രോഗ്രഷൻ. അപ്പൊ 2ന്റെയും 486 ഇടയിൽ 4 നമ്പറുകൾ ഇട്ട് കൊടുക്കണം അല്ലേ? അപ്പൊ എന്ത് വരും? 486 എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഫസ്റ്റ് ടേം 2 ആണ് അല്ലേ? നമുക്ക് an ഈസ് ഈക്വൽ ടു AR റൈസ് ടു n-1 ആണെന്ന് അറിയാം. അപ്പൊ ഇതിനെ 486 ഈസ് ഈക്വൽ ടു എന്ത് വരും? a എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലേ? 2 ഇൻറ്റു r എന്ന് പറഞ്ഞാൽ എന്താ? r എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല അല്ലേ? r എന്താ? നമുക്ക് r ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. r റൈസ് ടു എന്താ? n എത്രാമത്തെ ടേം ആണ്? ഇത് 6th ടേം ആണ്. അപ്പം 6 - 1 അല്ലേ? അപ്പൊ എന്ത് വരും? ഇത് ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകുമ്പോൾ 243 ഈസ് ഈക്വൽ ടു r റൈസ് ടു 5. അപ്പൊ r ഈസ് ഈക്വൽ ടു എന്ത് വരും? 243 റൈസ് ടു 1/5 ഈസ് ഈക്വൽ എത്ര വരിക? 3 ആ വരിക. ഈസികൾ 3 ആ വരിക. അല്ലെങ്കിൽ നോക്കുക, ഇവിടെ വന്ന ഈ ഒരു ഇക്വേഷൻ നോക്കിയോ, ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്താലും കിട്ടല്ലോ. എന്താ വരിക എന്നറിയാം? നോക്കുക, r ഈസ് ഈക്വൽ ടു b/a റൈസ് ടു എന്താ വന്നത്? 1/n+1. ഇത് വെച്ചിട്ടും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ b/a എന്ന് പറഞ്ഞാൽ 486 ഡിവൈഡ് ബൈ 2 റൈസ് ടു 1/n+1 എന്നാണ് എത്ര നമ്പറുകൾ അതിൻ്റെ ഇടയിൽ ഇൻസേർട്ട് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ 1/4+1 അല്ലേ? ഇത് തന്നെ ഇവിടെ ചെയ്ത സെയിം സമയം തന്നെ 3 ആയിരുന്നു കോമൺ റേഷ്യോ കിട്ടുക. അപ്പം ഇനി നോക്കാം, നമുക്കറിയാം 2 പിന്നെ 2 ഇൻറ്റു r പിന്നെ 2 ഇൻറ്റു r², പിന്നെ 2 ഇൻറ്റു r³ പിന്നെ 2 ഇൻറ്റു r റൈസ് ടു 4 പിന്നെ ഒരു 486 ആയിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 6, 2 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ 18, 2 ഇൻറ്റു 27 എന്ന് പറഞ്ഞാൽ 54, 2 ഇൻറ്റു 81 എന്ന് പറഞ്ഞാൽ 180 എന്താ വരുന്നത്? 2 ഇൻറ്റു r റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ എത്ര? 2 ഇൻറ്റു 81 അല്ലേ? എത്ര വരിക? 162 അല്ലേ? 162 ശരിയല്ലേ? ഓക്കെ, ഇനി അടുത്ത ഇത് എന്തായിരുന്നു? അടുത്ത എന്താണ്? 486. ഇതാണ് എന്താ? ഇതാണ് റിക്വയർഡ് ആയിട്ടുള്ള ഈ ഒരു GP. ഓക്കെ, ഇതിൽ മറ്റൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്താണെന്നറിയോ? ഇൻഫൈനൈറ്റ് GP. ഇപ്പോൾ 1/2 പിന്നെ 1/4 1/8 1/16 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് എത്ര നമ്പർ ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ സം ഓഫ് n ഇൻഫിനിറ്റ് ടേംസ് എന്താ വരിക എന്നറിയോ? a/1 - r ആണ്. കണ്ടോ? a എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ 1/2 ആണ്. r എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതും 1/2 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് Sn ഈക്വൽ a/1 - r ആണ്. അതാ ഇവിടെ എന്താ? ഫൈൻഡ് ദ സം ഓഫ് ഇൻഫൈനൈറ്റ് ടേംസ് ഓഫ് GP പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ? Sn ഈക്വൽ ടു a/1 - r. Sn ഈക്വൽ ടു a/1 - r ആണ്. അപ്പൊ നോക്കുക, ഇതിൽ a എന്ന് പറഞ്ഞാൽ എത്രയാണ്? -3/4. r എന്ന് പറഞ്ഞാലോ? r എന്ന് പറഞ്ഞാൽ എന്താ? a2/a1. അപ്പൊ എന്താ വരിക? 3/16 ഡിവൈഡ് ബൈ -3/4. ഇത് രണ്ട് വേണ്ട, ഇത് കട്ട് ചെയ്യണ്ട അല്ലേ? 3യും 3യും കട്ട് ചെയ്യല്ലോ. അപ്പൊ ഈ സീക്വൽ എന്ത് വരും? -4/16 മീൻസ് -1/4. -1/4 ആയിരിക്കും r ഉണ്ടാവുക. അപ്പൊ എയും കിട്ടി, ആറും കിട്ടി. അപ്പൊ എന്താ? Sn ഈസ് ഈക്വൽ എന്ത് വരൂടാ? Sn ഈക്വൽ a എന്ന് പറഞ്ഞാൽ -3/4 ഡിവൈഡ് ബൈ 1 -1/4 ഈസ് ഈക്വൽ എത്ര വരും? -3/4 ഡിവൈഡ് ബൈ എന്താ? 5/4. 4ഉം 4ഉം കട്ട് ചെയ്ത് ഈസ് ഈക്വൽ എന്ത് വരും? -3/5. -3/5. ഓക്കെ, ഫൈൻഡ് ദ സം ഓഫ് ഇൻഫൈനൈറ്റ് ടേംസ് ഓഫ് GP എന്ന് വെച്ചാൽ ഈ ഒരു സിമ്പിൾ ഇക്വേഷൻ മാത്രം ഉപയോഗിച്ചാൽ സിമ്പിളായി നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നോക്കുക, കുറച്ച് സ്പെഷ്യൽ സീരീസുകൾ നമ്മൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇക്വേഷനുകൾ കണ്ടതാണ്. അപ്പോൾ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 മുതൽ 2 മുതൽ n വരെയുള്ള നമ്പറുകൾ n ഇൻറ്റു n+1/2 ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, അടുത്ത എന്താ? സം ഓഫ് സ്ക്വയേഴ്സ്. നമ്മൾ ഇത് നേരത്തെ ചെയ്തല്ലേ? n² 1² + 2² മുതൽ n² വരെയുള്ളത് ആഡ് ചെയ്ത് കൊടുത്താൽ n ഇൻറ്റു n+1 ഇൻറ്റു 2n+1 ഡിവൈഡ് ബൈ 6 ആ വരിക. n ഇൻറ്റു n+1 ഇൻറ്റു 2n+1/6. ഓക്കെ, അടുത്ത നോക്കിയോ,
1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് എന്നാണെന്നുണ്ടെങ്കിൽ എന്താ അറിയോ n സ്ക്വയർ ഇൻറ്റു n പ്ലസ് 1 ബൈ ഹോൾ സ്ക്വയർ ബൈ 4 എന്നാണ്. പക്ഷേ ഇതിനെ ഞാൻ നിങ്ങളോട് പഠിക്കാൻ പറയും n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഹോൾ സ്ക്വയർ എന്നാ. കണ്ടോ, നമ്മൾ ആദ്യം നമ്മൾ പഠിച്ചില്ലേ, ഇതിനെ തന്നെ ഒന്ന് സ്ക്വയർ ചെയ്താൽ മതി. n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഹോൾ സ്ക്വയർ എന്നുള്ളതായിരിക്കും വരിക. ഓക്കെ ഓക്കെ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യനുകളുണ്ട്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യനുകളുണ്ട്. ഇത് നോക്കിയോ, ഇത് ഈ ഒരു ടൈപ്പ് പ്രോബ്ലം നിങ്ങൾക്ക് വരാനുള്ള സാധ്യത വളരെ അധികമാണ്. ഇത് നോക്കിയോ, 1 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു 4 എന്നൊക്കെ തുടങ്ങുന്നത് അല്ലേ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇത് എന്താ സംഭവം? ഇതിൽ നോക്ക് 1 ഇൻറ്റു 2 നോക്ക് 1 2 3 എന്നിങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ 2 3 4 എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് an എന്ന് പറഞ്ഞാൽ ഒരു എന്നാമത്തെ ടേം എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇവിടെ നോക്ക് 1 ഇൻറ്റു ആദ്യത്തെ ടേമിൽ 1 ഇൻറ്റു 2 ആണ്. മീൻസ് അത് എന്തായിരിക്കും? n ഇൻറ്റു n പ്ലസ് 1 ആയിരിക്കും. ഇവിടെ എന്താ 2 ഇൻറ്റു 3 മീൻസ് 2 ഇൻറ്റു 2 പ്ലസ് 1 ആണ്. ഇവിടെയോ 3 ഇൻറ്റു 3 പ്ലസ് 1 ആണ്. ഓക്കെ, n എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ വരിക? n സ്ക്വയർ പ്ലസ് n ആണ്. n സ്ക്വയർ പ്ലസ് n ആണ്. അപ്പൊ നോക്കുക Sn എന്ന് പറഞ്ഞാൽ Sn എന്ന് പറയാൻ നോക്കിയേ, ഈ ഒരു an നെ നമ്മളങ്ങ് സിഗ്മ എടുത്താൽ മതി. സിഗ്മ ഓഫ് n സ്ക്വയർ പ്ലസ് n. ഇതിനെ നമ്മളങ്ങ് സം ചെയ്ത് കൊടുത്താൽ മതി. കാരണം എന്താ, ഓരോ ടേമിനെ നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് എത്ര വരെയാണെന്ന് എൻ്റെ എവിടെയാണെന്ന് നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല. നമുക്ക് എൻ്റെ ടേംസ് തന്നെയാണ് ആൻസർ വരേണ്ടത്. അപ്പൊ നോക്കി, ഇതിനെ നമുക്ക് സിഗ്മ n സ്ക്വയർ പ്ലസ് സിഗ്മ n എന്ന് എഴുതാം അല്ലേ. അപ്പൊ നോക്കട്ടെ, ഇത് കണ്ടാൽ നമുക്കറിയാം സിഗ്മ n സ്ക്വയർ നമുക്കറിയാലോ. സിഗ്മ n സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നോക്കുക, സിഗ്മ n സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എന്ന് തുടങ്ങിയിട്ട് n സ്ക്വയർ വരെ പോകുന്നതാണ്. സിഗ്മ n എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എന്നുള്ള രീതിയിൽ പോകുന്നതാണ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് അല്ലേ. അപ്പൊ എന്താ n സ്ക്വയറിന്റെ എന്താ വരിക? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡ് ബൈ 6 പ്ലസ് സിഗ്മ n എന്ന് പറഞ്ഞാലോ n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ എത്ര വരിക? 2 അല്ലേ. അപ്പൊ ഇതിനെ ഞാൻ നോക്ക് 3 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 6 വരാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്ക് രണ്ടിന്റെ അകത്തും n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 6 പുറത്തെടുത്തു. ബാക്കി എന്താ വരും? ഇവിടെ 2n പ്ലസ് 1 ഇവിടെ ബാക്കിയുണ്ട്. ഇവിടെ എന്താ ബാക്കിയുള്ളത്? ഇവിടെ ബാക്കിയുള്ളത് ആകെ 3 മാത്രമാണ് ബാക്കിയുള്ളത് അല്ലേ. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 4 ഡിവൈഡ് ബൈ 6 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇതിൻ്റെ അത് നമുക്ക് എന്ത് എഴുതാടാ? ഇതിനെ നമുക്ക് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു n പ്ലസ് 2 ഓൾ ഡിവൈഡ് ബൈ 6 എന്ന് എഴുതാം. ഈ 2ഉം ഇതും കട്ട് ചെയ്താൽ ഇവിടെ 3 വന്നു. അപ്പൊ എന്ത് പറയുന്നത്? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 ഡിവൈഡ് ബൈ 3 എന്ന് എഴുതും. ഓക്കെ, ഇതായിരിക്കും ഇതിന്റെ ഉത്തരം. അപ്പൊ ഈ ഒരു ടൈപ്പ് പ്രോബ്ലം നമുക്ക് ഒന്നും കൂടി ഉണ്ട്, ഇതുകൂടി ഒന്ന് നോക്കാം. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇത് ശ്രദ്ധിച്ചോ. ഇതില് നോക്ക് 3 ഇൻറ്റു 1 സ്ക്വയർ. 3 ഇൻറ്റു 1 സ്ക്വയർ എന്താ? ഇവിടെ 3 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്. പിന്നെ ഇവിടെ എന്താ? 1 സ്ക്വയർ ഉണ്ട്, 2 സ്ക്വയർ ഉണ്ട്, 3 സ്ക്വയർ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ an നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നോക്കുക, ഇത് എന്താ ഇവിടെ വരുന്നത്? 2n പ്ലസ് 1 ആ. കണ്ടോ, ആദ്യത്തെ ടേമിൽ 3 വരുന്നുണ്ട്, രണ്ടാമത്തെ ടേമിൽ 5 വരുന്നുണ്ട്. നോക്ക് 2n പ്ലസ് 1 ആയിരിക്കും. കാരണം എന്താ? ആദ്യത്തെ ടേമിൽ 1 വരുമ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് 1 ഈസികൾ 3 വരും. എന്നികൾ 2 കൊടുക്കുമ്പോൾ 2 ഇൻറ്റു 2 പ്ലസ് 1. ഇവിടെയോ 2 ഇൻറ്റു 3 പ്ലസ് 1. അപ്പൊ 2n പ്ലസ് 1 ഇവിടെ ഉണ്ടാവും, 2n പ്ലസ് 1 ഇവിടെ ഉണ്ടാവും. ഓക്കെ, 2n പ്ലസ് 1 ഇവിടെ ഉണ്ടാവും. അതിന്റെ ഒപ്പം എന്താ ഇവിടെ വരുന്നത്? 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ അങ്ങനെ പോകുന്നത് എന്നിന്റെ ഒപ്പാ പോകുന്നത്. ഫസ്റ്റ് ടേം ആകുമ്പോൾ 1 സ്ക്വയർ, സെക്കൻഡ് ടേം ആകുമ്പോൾ 2 സ്ക്വയർ, തേർഡ് ടേം ആകുമ്പോൾ 3 സ്ക്വയർ എന്നുള്ള രീതിയിൽ അങ്ങനെ പോകുന്നത്. മീൻസ് ഇതിന്റെ ഒപ്പം ഒരു n സ്ക്വയർ കൂടി ഉണ്ടാവും അല്ലേ. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്ത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2n ക്യൂബ് പ്ലസ് n സ്ക്വയർ എന്ന് ഇതാ. ഓക്കെ, ഇനി നോക്കിയോ, ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു n ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താടാ? നോക്കുക, ഇതിനെ നമുക്ക് Sn ആക്കി മാറ്റിയതുണ്ട്. Sn ഈസ് ഈക്വൽ ടു സിഗ്മ ഓഫ് 2n ക്യൂബ് പ്ലസ് n സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു സിഗ്മ n ക്യൂബ് പ്ലസ് സിഗ്മ n സ്ക്വയർ അല്ലേ. 2 ഇതിന്റെ പാട്ടുള്ളത്. അപ്പൊ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു n ക്യൂബ്, സിഗ്മ n ക്യൂബ് നമുക്കറിയാലോ എന്താ വരിക? n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഓൾ സ്ക്വയർ ആ വരിക. ഈസ് ഈക്വൽ എന്താ? n സ്ക്വയർ ഇൻറ്റു n പ്ലസ് 1 ഓൾ സ്ക്വയർ ഡിവൈഡ് ബൈ 4 അല്ലേ. ഓക്കെ ഓക്കെ,
അപ്പോൾ നമ്മൾ ഇതാ ഇതിവിടെ എഴുതി കൊടുത്തു. എന്താ വരിക? 2 ഇൻറ്റു n സ്ക്വയർ ഇൻറ്റു n+1 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 4 അല്ലേ? പിന്നെ പ്ലസ് സിഗ്മ n സ്ക്വയർ നമ്മൾ നേരത്തെ പറഞ്ഞാൽ എന്താണ്? n ഇൻറ്റു n+1 ഇൻറ്റു 2n+1 ഡിവൈഡഡ് ബൈ 6. ഓക്കെ, ഇത് രണ്ടും കെട്ടി ഇതിവിടെ 2 ആക്കി, ഇത് 2 ആക്കി. എന്നിട്ട് നോക്കുക, ഞാൻ n സ്ക്വയർ ഇൻറ്റു n+1 സ്ക്വയർ ഇൻറ്റു 3 ഡിവൈഡ് ബൈ 6 കൊടുത്തു. മനസ്സിലായ എന്തിനാണെന്ന്? ഇവിടെയും 6 ആണ്, രണ്ടും ഒരുമിച്ചാക്കാൻ. n ഇൻറ്റു n+1 ഇൻറ്റു 2n+1 ഓൾ ഡിവൈഡ് ബൈ 6 അല്ലേ? രണ്ടെന്നും എന്തൊക്കെ പുറത്തെടുക്കാം? ഇവിടെ n ഉണ്ട്, ഇവിടെ n+1 ഉണ്ട്, ഇവിടെയും n ഉം n+1 ഉണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ഞാൻ n-ഉം എടുത്തു, n+1 എടുത്തു. അത് മാത്രം പോരാ, ഇതിന്റെ ഡിനോമിനേറ്ററുള്ള 6ഉം പുറത്തെടുത്തു. ഓക്കെ, ഇൻറ്റു എന്ത് വരും ഇവിടെ? ബാക്കി ഇവിടെ എന്ത് വരുടാ? 3 ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു n ഉണ്ട് അല്ലേ? 3 ഇവിടെ ഒരു n-ഉം ബാക്കിയുണ്ട്. അത് മാത്രമല്ല ഇവിടെ ഒരു n+1 ബാക്കിയുണ്ട്. n+1 ഹോൾ സ്ക്വയറിൽ ഒരു n+1 മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ 3n ഇൻറ്റു n+1 ഇവിടെ ബാക്കിയുണ്ട്. 3n ഇൻറ്റു n+1 ഇവിടെ ബാക്കിയുണ്ട്. പിന്നെ എന്താ വരുന്നത്? 3n ഇൻറ്റു n+1 ഇവിടെ ബാക്കിയുണ്ട്. പിന്നെ ബാക്കി ഇവിടെ എന്താ ഉള്ളതാ? n ഇൻറ്റു n+1 ബൈ 6 ഇവിടെ പുറത്തെടുത്താൽ പിന്നെ 2n+1 കൂടിയാണ് ബാക്കിയുള്ളത്. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ എഴുതാം? n ഇൻറ്റു n+1 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 3n സ്ക്വയർ പ്ലസ് 3n പ്ലസ് 2n പ്ലസ് 1 എഴുതാം അല്ലേ? ഈ നമുക്ക് 3n പ്ലസ് 2n എന്നുള്ളതിനെ ഞാൻ ഡയറക്റ്റ് 5n എന്ന് എഴുതി പ്ലസ് 1. ഓക്കെ, ഇതായിരിക്കും ഇതിൻ്റെ ഉത്തരം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നിങ്ങൾ പല സ്ഥലത്ത് പല രീതിയിൽ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ സാധ്യത ഉള്ളതാണ്. നിങ്ങൾ പഠിച്ചു വെച്ചാൽ 3 മാർക്ക് ഡയറക്റ്റ് ആയി കിട്ടുന്നതാണ്. ഇത് ചെയ്യുന്നത് എങ്ങനെയാണുള്ള ഒരു മെത്തേഡ് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. നോക്കുക, ഇതിനെ ഞാൻ ആദ്യം 4 പുറത്തെടുത്തു. 4 പുറത്തെടുത്തിട്ട് 1 പ്ലസ് 11 പ്ലസ് 111 പ്ലസ് ഇങ്ങനെ അങ്ങ് എഴുതി. ഓക്കെ, അപ്പോൾ ഒരു കാര്യം പറയാം, ഇതിപ്പം 4 അല്ല, ഇതിപ്പോൾ 7 ആയിരുന്നു. 7 പ്ലസ് 77 പ്ലസ് എന്നായിരുന്നെങ്കിൽ അപ്പോഴും നമ്മൾ 7 പുറത്തെടുക്കായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഈസ് ഈക്വൽ ടു നോക്കുക, ഒരു 9 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 9 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പം 9 പ്ലസ് 99 പ്ലസ് 999 പ്ലസ് 9999 പ്ലസ് എന്നങ്ങ് പോയി. ഓക്കെ, ഇനി നോക്കുക, ഈസ് ഈക്വൽ ടു 4/9 ഇൻറ്റു 9 നമുക്ക് 10-1 എഴുതിക്കൂടെ, പ്ലസ് 99 നമുക്ക് 100-1 എഴുതിക്കൂടെ, പ്ലസ് നോക്കുക 1000-1 എന്ന് എഴുതിയാൽ എന്താ? 999 ആണ് അല്ലേ? പിന്നെന്താ? അടുത്ത് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പോകും അല്ലേ? ഇതിൽ നിന്ന് നോക്കടാ, 4/9 ഇൻറ്റു നോക്കുക 10 100 എല്ലാം ഒരുമിച്ച് എഴുതി. 10 പ്ലസ് 100 പ്ലസ് 1000 പ്ലസ് 10,000 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് പോയി. പിന്നെ നോക്ക്, -1 ഇവിടെ ഒരു -1 ഇല്ലേ? ഇവിടെ ഒരു -1 ഇല്ലേ? ഇവിടെ ഒരു -1 ഇല്ലേ? അങ്ങനെ n ടൈംസ് എന്തുണ്ട്? -1 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? 4/9. നോക്കുക, ഇതെന്താടാ സംഭവം? 10 പ്ലസ് 100 പ്ലസ് 1000 എന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എന്ത് എഴുതാം? 10 സ്ക്വയർ 10 ക്യൂബ് എന്ന് പറഞ്ഞ ഇതാ അല്ലേ? 10⁴ എന്ന് പറഞ്ഞ ഇതാ. മീൻസ് ഇതൊരു ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണ്. ഈ ഒരു ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണ് ഓഫ് a = 10, r = 10. ഓക്കെ, അപ്പൊ എന്താ Sn എന്തായിരിക്കും? ഒരു Sn = എന്താ വരിക? a r⁻n−1 ഡിവൈഡഡ് ബൈ r−1 ആണ് അല്ലേ? അപ്പൊ a എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 ഇൻറ്റു 10⁻n−1 ഡിവൈഡഡ് ബൈ 10-1 അല്ലേ? 10-1. ഇതിനെ ഞാൻ നോക്ക്, ഇവിടേക്ക് ഇങ്ങനെ മാറ്റി 10 ഇൻറ്റു 10⁻n−1 ഡിവൈഡ് ബൈ 9 എന്ന് എഴുതി. പിന്നെ മൈനസ് n ടൈംസ് 1 മൈനസ് ചെയ്തപ്പോൾ മൈനസ് ഒരു n എഴുതി. ഓക്കെ, ഇനി നോക്കിയോ, ഈസ് ഈക്വൽ ടു നോക്കുക, ഇവിടെ ഓൾറെഡി ഒരു 9 ഉണ്ട് അല്ലേ? അപ്പൊ ഇവിടെ ഒരു 9 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം? ഈ ഒരു 9നെ ഇങ്ങോട്ട് കോമൺ ആക്കാൻ വേണ്ടി ഇവിടെ ഒരു 9 കൊടുത്തു. ഓക്കെ, അപ്പൊ എന്ത് വരും നോക്കുക? 4/9 ഇൻറ്റു നോക്കുക 10 ഇൻറ്റു 10⁻n മൈനസ് 10 മൈനസ് 9n ഓൾ ഡിവൈഡ് ബൈ 9 വന്നു അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്താൽ? ഈസ് ഈക്വൽ ടു 4/9 ഇൻറ്റു
10 റൈസ് ടു n പ്ലസ് 1, 10 റൈസ് ടു n പ്ലസ് 1, പിന്നെ -9n -10 എന്ന് വരും അല്ലേ, ഓൾ ഡിവൈഡ് ബൈ 9. ഈ 9 അങ്ങ് പുറത്തെടുത്താൽ 4/81 ഇൻറ്റു 10 റൈസ് ടു n പ്ലസ് 1 -9n -10 വരും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ടൈപ്പ് പ്രോബ്ലം ഏതൊക്കെ വന്നാലും ഈ ഒരു മെത്തേഡ് അങ്ങ് ഫോളോ ചെയ്ത് പോയാൽ മതി. ഏറ്റവും സിമ്പിളായിട്ട് ഇത് ആദ്യത ഈ ഒരു വാല്യൂ എന്താണുള്ളത് അതങ്ങ് പുറത്തെടുക്കുക, ഡിവൈഡ് ബൈ 9 കൊടുത്ത് ഇത് 999 എന്നുള്ള രീതിയിലാക്കുക. എന്നിട്ട് ഇവിടെ ഒരു GP ഉണ്ടാക്കിയെടുക്കുക. ഈ GP ഇതാ നമ്മളിവിടെ സോൾവ് ചെയ്തു. GPയുടെ ഇതാ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ട് അതെന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് മറ്റൊരു രീതിയിലൂടെയും വരാം. ഇത് നിങ്ങൾക്ക് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്നല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഇതൊന്ന് നോക്കിയോ. ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്, നമ്മളെ മെറ്റീരിയലുള്ള ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അത് ഞാൻ ഇവിടെ വെറുതെ ഒന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താ ചെയ്യാന്നറിയോ, ഇവിടെ നമ്മൾ ചെയ്യുക 0.2 + 0.22 + 0.222 എന്നൊക്കെ വരൂലേ. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, 2 അങ്ങ് പുറത്തെടുക്കും. 2 പുറത്തെടുത്താൽ 0.1 + 0.11 + 0.111 എന്ന് പറഞ്ഞാൽ അങ്ങ് പോകും അല്ലേ, n ടേംസ് വരെ. ഇനി ഇതിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ 2/9 പുറത്തെടുത്തിട്ട് 9 മുകളിലും അകത്തോട്ട് മൾട്ടിപ്പിൾ ചെയ്യും. അപ്പോൾ 0.9 + 0.99 + 0.999 പ്ലസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോകും അല്ലേ. ഇതിന് നമുക്ക് എന്ത് എഴുതാം, 2/9 ഇൻറ്റു 1 - 0.1 ഇതിക്കൂടെ, പിന്നെ പ്ലസ് 1 - 0.01 പ്ലസ് 1 - 0.001 ഇങ്ങനെ എഴുതും അല്ലേ. അപ്പൊ ഇനി നോക്കിയോ, ഈസ് ഈക്വൽ ടു 2/9 ഇൻറ്റു നോക്കുക 1 1 1 n ടേംസ് ഉണ്ട് അല്ലേ. n ടേംസ് ഉള്ള n ടൈംസ് n ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇതാ n ഇവിടെ എഴുതി. 1 + 1 + 1 പ്ലസ് എന്നുള്ളത് n ടൈംസ് n × 1 എത്ര n. മൈനസ് നോക്കുക, ഞാൻ മൈനസ് പുറത്തെടുത്തു. എന്നിട്ട് നോക്കുക 0.1 പ്ലസ് ആക്കി, മൈനസ് പുറത്തെടുത്തോണ്ട് കേട്ടോ. 1 + 0.01 + 0.001 എന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങും. ഓക്കെ, അപ്പൊ ഈ ഈക്വൽ ടു നോക്കടാ, ഈസ് ഈക്വൽ ടു 2/9 ഇൻറ്റു n മൈനസ് ഈ ഒരു 0.1 + 0.01 + 0.001 എന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയോ, a ഈസ് ഈക്വൽ ടു 0.1 r ഈസ് ഈക്വൽ ടു എന്താ, ഇതും 0.1 കാരണം എന്താ 0.1 ഇൻറ്റു 0.1 0.01. അപ്പൊ ആറും എന്താണ് 0.1 ആണ്. ഓക്കെ, ആറും എന്താണ് 0.1 ആണ്. ഓക്കെ, അപ്പൊ നോക്കുക n മൈനസ് ഇതിന്റെ ടേം Sn നമുക്കറിയാലോ. Sn ഈസ് ഈക്വൽ ടു എന്താ വരിക, Sn ഈസ് ഈക്വൽ ടു a ഇൻറ്റു r 1-നെക്കാളും കുറവായതുകൊണ്ട് 1 - r⁻n ഡിവൈഡ് ബൈ 1 - r അല്ലേ. അപ്പൊ നോക്ക് a എന്ന് പറഞ്ഞാൽ 0.1, a എന്ന് പറഞ്ഞാൽ 0.1 അല്ലേ, ഇൻറ്റു 1 - r എന്ന് പറഞ്ഞാൽ അതും 0.1 ഡിവൈഡഡ് ബൈ 1 - 0.1 അല്ലേ. അപ്പൊ നോക്കുക ഈസ് ഈക്വൽ ടു 2/9 ഇൻറ്റു n മൈനസ് ഇതെന്താ 0.1 എന്ന് പറഞ്ഞാൽ 1/10 ആട്ടോ. 1/10 ഇൻറ്റു 1 - 0.1n എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, 1/10n ആണ്. 1/10n ആണ്. ഇതെന്താ വരിക 0.9. 1 - 0.9 എന്ന് പറഞ്ഞാൽ 0.1 എന്ന് പറഞ്ഞാൽ 0.9 ആ വരിക. 0.9 എന്ന് പറഞ്ഞാൽ 9/10 ആണ്. ഓക്കെ, ഈ ഒരു 10ഉം ഈ ഒരു 10ഉം കട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ സികൾ ഞാൻ ഒന്നുകൂടി ഇവിടേക്ക് മാറ്റിയത് 2/9 ഇൻറ്റു n മൈനസ് ഇതൊക്കെ ഇവിടെ പോയല്ലോ, ഇവിടെ ഒന്നുമില്ലല്ലോ. അപ്പൊ ആകെ ബാക്കിയുള്ളത് 1 മൈനസ് ഇതിനെ ഞാൻ 1/10n എന്നുള്ളതിനെ 10⁻n എഴുതി കേട്ടോ. 10⁻n ഓക്കെ, 10⁻n ഡിവൈഡഡ് ബൈ 9. കുഴപ്പമില്ലല്ലോ. ഇനി ഇതിനെ നോക്കുക, ഇതിന് ഞാൻ 9 ഇത് ഇവിടേക്കും കൊണ്ടുപോയിട്ട് ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്തു, എന്നിട്ട് ടോട്ടൽ 9 ആക്കി ഡിനോമിനേറ്റർ. കുഴപ്പമില്ലല്ലോ. അപ്പൊ നോക്കി 9ഉം പുറത്ത് വന്നാൽ എന്ത് വരും, 2/81 ഇൻറ്റു 9n മൈനസ് 1 - 10⁻n ഇതായിരിക്കും ഇതിന്റെ ആൻസർ. ഓപ്ഷൻ നോക്കിയോ, ഓപ്ഷനിൽ നോക്കി ഈ 9 പുറത്തെടുത്തിട്ടില്ല. അപ്പോൾ ഓപ്ഷൻ സി ഉത്തരം കേട്ടോ. ഓക്കെ, ഓപ്ഷൻ സിയിൽ എന്തായിരുന്നു, എന്താ പറയുന്നത് 2/9 ഇൻറ്റു n മൈനസ് 1 - 10⁻n
/9 അല്ലേ? യെസ്. അപ്പോൾ ഇതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. അപ്പോൾ ഈ ഒരു ടൈപ്പുള്ള പ്രോബ്ലം നോക്കുക. നമുക്ക് ഇതിനൊക്കെ ഫോളോ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് കറക്റ്റായിട്ട് നോക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതോടുകൂടി ഈ 2 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് അടുത്ത ഒരു 2 ചാപ്റ്റർ വരെ നമുക്ക് വീണ്ടും കാണാം. ഏറ്റവും നന്നായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 2 ചാപ്റ്റർ കൂടി ഏകദേശം എത്ര മാർക്ക് കിട്ടും? ഏകദേശം ഒരു 10 മാർക്കോളം കിട്ടുന്ന 10 മാർക്കോളം കിട്ടാൻ സാധ്യതയുള്ള 2 ചാപ്റ്ററുകളാണ്. ഏറ്റവും സിമ്പിളായിട്ട് മാർക്ക് മേടിക്കാൻ 8ഓ 10ഓ മാർക്ക് നമുക്ക് സിമ്പിളായിട്ട് മേടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതുപോലെ വരാനുള്ള, റിപ്പീറ്റ് ചെയ്യാനുള്ള, സെയിം ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള വരെയുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. അപ്പം അധികം സമയം ഉണ്ട് എന്ന് വിചാരിച്ച് നിൽക്കരുത്. കാരണം നിങ്ങൾക്ക് +2 ടോപ്പിക് ഉണ്ട്, അത് പഠിക്കേണ്ട. അതിൻ്റെ ഇടയിൽ ഈ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യങ്ങളോടും പഠിക്കുക എന്നുള്ളത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മെല്ലെ പഠിച്ചു തുടങ്ങുക. ഓരോ ചാപ്റ്റർ ഓരോ ദിവസം എന്നുള്ള രീതിയിൽ മെല്ലെ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു സിലബസ് മാത്രമേ +1 മാത്തമാറ്റിക്സിനുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. അടുത്ത സെഷനിൽ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ 2 ചാപ്റ്ററുകളായിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു. ഗുഡ് നൈറ്റ്.